ഈശ്വരാ, ദൈവമേ, ഒരു ചെറിയ സൈക്കിൾ കടയാ, ഇതൊരു വലിയ പ്രസ്ഥാനമായി മാറ്റണേ. ഇദ്ദേഹമാണ് നമ്മുടെ ഓണർ. കടയുടെ മാത്രമല്ല ഈ പടത്തിന്റെയും. ദൈവമേ, എന്താടാ 2 മാസം അവധിയായിരുന്നല്ലേ? ഇത് നമ്മുടെ ഹീറോയുടെ ചെറുപ്പകാലമാണ്. അധികം സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. സൈക്കിളൊക്കെ നോക്കി ഓടിച്ചോണം. അധികം സംസാരിച്ചില്ലെങ്കിലും സംസാരം കുറിക്ക് ഒള്ളുന്നതായിരിക്കും. റേസിങ്ങിന് ഓടിക്കുവോ, ഡബിൾസിന് ഓടിക്കുവോ, ട്രിപ്പിൾസിന് ഓടിക്കുവോ ചെയ്യുകയെന്ന് ഞാൻ അറിഞ്ഞാൽ. അതെ, നമ്മുടെ ഈ ഓണർക്ക് അബദ്ധം പറ്റിയത് സൈക്കിൾ മാത്രം കൊടുത്തിട്ടല്ല, ഈ പടത്തിന് ആവശ്യമുള്ള പണവും കൂടി കൊടുത്തിട്ടാ. എന്താടാ ഇവന്മാരെ ഇനിയും കാണുന്നില്ലല്ലോ? എനിക്ക് തോന്നുന്നു നമ്മളെ കണ്ട് പേടിച്ചിട്ടായിരിക്കും വരാത്തത്. ഈ കഥയിൽ ഇവനാണ് വില്ലൻ. പേര് വില്ലങ്കം. ഈ കോന്തൻ എന്റെ വാഗോണ്ട് തന്നെ അത് പറയിപ്പിച്ചു. എല്ലാ വർഷവും അവരാ ജയിക്കുന്നത്. കണ്ടുപിടിച്ചല്ലോ എവിടെ പേടിക്കാനോ? എന്നാ പിന്നെ പോയാലോ? നിങ്ങളെപ്പോ വന്നു? ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ പറയാൻ മാത്രം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ അതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. ദാ ഇപ്പൊ കണ്ടോണം. എങ്ങനെയുണ്ട് ചേച്ചിയുടെ മോൻ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു. അയ്യോ, വലുതായിട്ട് പേടിക്കുവാനൊന്നുമില്ല. കളിക്കുട്ടികളല്ലേ, കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ജോത്സ്യനെ ഒന്ന് പോയി കണ്ടേര്. 1 മാസം തന്നെ ഇപ്പൊ 16 കുത്തിക്കെട്ടായില്ലേ? ഇതിലും വലുത് എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് നമ്മുടെ മകനെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജാതകത്തില് രാഹു അത്ര ശരിയല്ല. 18 വർഷം രാഹുവിന്റെ അപകാരം തീരുന്നവരെ മോനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതുവരെ വണ്ടിയില് ദോഷം, വെള്ളത്തില് ദോഷം, ആകാശത്ത് ദോഷം. വെള്ളം ദോഷമാണെങ്കിൽ എങ്ങനെയാ കുളിക്കുന്നേ? നിന്റെ വായിലാ ദോഷം. എടാ ഒന്ന് വെറുതെ ഇരിക്കടാ, അവിടുന്ന് പറഞ്ഞാട്ടെ. രാഹുവിന്റെ അപകാരം തീരുന്നവരെ അവന് വാഹനം ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താ നിങ്ങളുടെ മോനെ ജീവനോട് കാണാൻ പറ്റത്തില്ല. അയ്യോ, ഇതിനെന്താണ് ഒരു പരിഹാരം ഒന്ന് പറ. ഇവൻ വണ്ടി ഓടിക്കാതിരുന്നാ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ആപ്പ് വെച്ച് വില്ലങ്കം ചെയ്ത വില്ലത്തരം കാരണം നമ്മുടെ നായകൻ അവസാനം വരെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിനുശേഷം നമ്മുടെ നായകൻ കാണിക്കുന്ന കള്ളത്തരമാണ് ഈ കഥയുടെ സാരം. അമേരിക്കൻ പ്രസിഡന്റ് പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു മണിമാളിയെ കെട്ടുക എന്നുള്ളതാണ് വില്ലങ്കത്തിന്റെ ലക്ഷ്യം. അതിനവൻ പറയുന്ന കഥ കേട്ടാലോ? എന്റെ അമ്മോ. ഞങ്ങൾ പണ്ട് തൊട്ടേ കർഷകരാണ്. മുതുമുത്തശ്ശന് എള്ളു കൃഷിയായിരുന്നു, മുത്തശ്ശന് മുതിര കൃഷിയായിരുന്നു. എന്റെ അച്ഛൻ ഇതെല്ലാം ഒരുമിച്ച് ചെയ്തു. എന്നിട്ടെന്ത് കാര്യം? കടം വന്ന് മുടിയാറായി. പക്ഷെ ഞാൻ ഈ വയൽ വെട്ടിമുറിച്ച് കൃഷി ചെയ്തു. കാശ് കുമിഞ്ഞു കൂടിയില്ലേ? ഇരുന്നിങ്ങനെ കഴിച്ചാൽ മാത്രം മതി. അച്ഛന്റെ സ്വത്ത് തിന്നു തീർക്കുന്നതിലെ ഇവനൊരു അല്പം പോലും ഉളുപ്പില്ലാന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? പറയൂ ജോത്സരെ. വീണ്ടും വീണ്ടും പറയുന്നോണ്ട് തെറ്റിദ്ധരിക്കണ്ട. പറഞ്ഞ പരിഹാരത്തിൽ ഒന്നെങ്കിലും തെറ്റിപ്പോയാ ഞാൻ ഉത്തരവാദിയല്ല, നോക്കിക്കോ. ജോത്സരെ, നിങ്ങൾ എന്നോടല്ലേ പറഞ്ഞേ അതിലൊരു കുറവും വരാതെ? ഉണ്ട് ജോത്സരെ, 1 മിനിറ്റ്. എടാ, ഈ നാരങ്ങ അവിടെ വെച്ചില്ലേ? അയ്യോ, മറന്നുപോയേട്ടാ. വണ്ടി തിരിക്കണോ? എടാ എഴുതേക്കടാ, നേര് വണ്ടി വരുന്നു. എടാ വാടാ വാടാ. എടാ നിങ്ങൾ നോക്കി പോടാ, പിടിക്കപ്പെടല്ലേ. ആ ജോത്സ്യൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴേ എനിക്ക് തോന്നി, അയ്യോ ദൈവകോപം ഉണ്ടാവുമല്ലോ. എടാ, ഈ നാരങ്ങ ഒന്ന് ചുറ്റിക്കൂടായിരുന്നു നിനക്ക്? എന്തിനാണ് എന്നെ പേടിപ്പിക്കുന്നത്? ശരിയേട്ടാ. അമ്മേ ദേവി ഭഗവതി തൊഴണേ. വേഗം കത്തിക്കടാ. നാരങ്ങ ചുറ്റാത്തതിൽ ദൈവം കോപിക്കുമല്ലോ. പൊറുക്കണേ ഭഗവതി. എന്താടാ ചെയ്യുന്നത്? കാറ്റ് മറക്കായിട്ടാ. മാറി നിൽക്കട്ടെ അങ്ങോട്ട്. കാറ്റിനെ മറക്കാണെന്ന് പോടാ. മിണ്ടായിരുന്നു അവിടെ. തെറി പറയിക്കാതെ ഇവന്മാര് വിടില്ല. പിന്നെ ഇത് അണഞ്ഞല്ലോടാ. എന്റെ പൊന്നിയേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നാരങ്ങ പിടിയേട്ടാ, ജ്യൂസ് അടിക്കാനായിട്ട് 9 എണ്ണം വണ്ടിക്കത്തിരിപ്പില്ലേ? അതും ഇത് ഒന്നാണോടാ? ഇത് സ്വാമിജി തന്നല്ലടാ താടി. ഒരു ചെറുനാരങ്ങ കാരണം കോടിക്കണക്കിന് നഷ്ടം വരും. ശരിക്കും കഷ്ടമാന്ന് നോക്ക്. മഹാമായ നോക്ക് ചേട്ടാ. എന്താ ചേട്ടാ? എന്റെ കാലിലാണോടാ നോക്കുന്നത്? അവിടെ പോയി നോക്കണം. ഓടാ. കാണാതായ ചെറുനാരങ്ങ തിരിച്ചു കിട്ടണേ കിട്ടി. ഭഗവതി നീ കാത്തു. ഇത് എവിടുന്നാ കിട്ടിയേ? അത് എടുത്തു തന്നാ. എടുത്തു തന്നാ? അത് തേടി പോകുമ്പോ എടുത്തു തന്നാ ചേട്ടാ. തേടുമ്പോ ആരാ എടുത്തു തന്നെ? ഞാൻ തേടി പോയില്ലേ, അങ്ങനെ തേടി പോയപ്പോ എടുത്തു തന്നാ. ഓ, നീ എടുത്തോ? എടുത്തു തന്നോ? എടുത്തു. അപ്പൊ തേടിയപ്പോഴാ എടുത്തത്. എവിടുന്നാണ് നിനക്ക് കിട്ടിയേ? കാണിക്കും. ഇവിടുന്നാണ് എടുത്തത്? സത്യം പറയണം, എടുത്തു തന്നാണോ അതോ നീ ആയിട്ട് എടുത്താണോ? ചേട്ടാ വിശദമായിട്ട് പറയാം. ശരി ശരി പറയും. ഞാനിങ്ങനെ തേടി വന്നില്ലേ, ഇവിടെ തേടിയപ്പോ ബ്രോ നിങ്ങളല്ലേ എടുത്തു. നല്ല ഓട്ടക്കാരനല്ലേ? നല്ലപോലെ ചേട്ടാ അവിടെ ഓടുന്നു. കുറെ പേരുണ്ടല്ലോടാ.
അല്ല ആരുമില്ലാത്ത ഈ സ്ഥലത്ത് ഇവരെന്ത് ചെയ്യായിരിക്കും? പക്ഷെ എന്തോ പ്രശ്നമുണ്ട്. പിടിക്കടാ, പിടിക്ക്. നിക്കടാ അവിടെ. ദേ, അവിടെ ഒരുത്തൻ പിടിക്ക്. നാരങ്ങ ചുറ്റായിരുന്നു എന്റെ തെറ്റാ. തെറ്റ് ചേട്ടാ, പറ്റിപ്പോയി. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ദേ, നിങ്ങൾ അവനെ ശ്രദ്ധിച്ച ബൈക്കുണ്ടായിട്ടും എടുത്തോണ്ട് രക്ഷപ്പെടാതെ നിൽക്കുന്ന കണ്ടില്ലേ? അവൻ ആരാണെന്ന് മനസ്സിലായ? കട്ടിലെടുത്തിട്ടാ. ഞാൻ 5 വരെ എണ്ണും. അതിനുള്ളിൽ അവൻ എന്റെ കാലിൽ വീണ് ഇങ്ങോട്ട് എന്തിനാണ് വന്നതെന്ന് പറയണം. 1. അവന് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. 2. ചേട്ടാ ഇനി 3, 4 ഒക്കെ ഉണ്ടല്ലോ. അവന്മാരപ്പോഴേ പോയി. പോയോ? എടുക്കടാ കട്ടിലെ. ഓ ഇങ്ങേര് നാരങ്ങ ഉരുട്ടി ഉരുട്ടി ജീവിതം പാഴാക്കുന്നു. എടാ അവൻ എടാ എന്താ? എങ്ങോട്ടാ കൊണ്ടുവന്നത്? ചുമ്മാ ഇരിക്കട്ടാ, എടുത്ത സാധനം എടുത്തെടുത്ത് വെച്ചില്ലെങ്കിൽ വഴക്ക് പറയും. ഓ, കണ്ണടച്ചെണ്ണ ചെയ്ത് തെറ്റായി പോയി. നീ എന്നാ മിണ്ടാതിരിക്കുന്നേ? വണ്ടി ഓടിക്കുന്ന അത്ര വലിയ കാര്യമാണോ? പിന്നെ വണ്ടി ഓടിക്കുന്ന അത്ര നിസ്സാരമാണോ? ആദ്യം ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കടാ, പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നീ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞാടാ. പറഞ്ഞുതരാം, പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നതിലൊക്കെ തന്നെ നീ ഓടിക്കണം. ആ കയറി ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് എനിക്ക് ഓടിക്കാറില്ലേ? ചുമ്മാ എന്റെ പൊന്നെ, ആ കാലെങ്കിലും എടുത്തൊന്ന് അപ്പുറത്തിടാമോ? ഇങ്ങനെയല്ലേ? വണ്ടി ഓടിക്കാൻ ഇറങ്ങി. നീ ഇങ്ങോട്ട് നോക്ക്. ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്, ഇത് ഗിയർ. മനസ്സിലായല്ലോ? ഈ ക്ലച്ച് പിടിച്ച് ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ? ഈ ക്ലച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഗിയർ ചവിട്ടിയിട്ട് പതിയെ ആക്സിലേറ്റർ കൊടുത്ത് ക്ലച്ചിന് സാവധാനം കൈയെടുക്കണം. അത്രേ ഉള്ളൂ. ഒരു പ്രശ്നമില്ല, തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും. ശ്രദ്ധിച്ചു വേണേ. ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ? അത് സൂപ്പർ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ശരി ശരി. ക്ലച്ച്, ബ്രേക്ക്, ഗിയർ, ക്ലച്ച്, ഗിയർ, ക്ലച്ച്, ക്ലച്ച്, ബ്രേക്ക്, ഗിയർ. പതുക്കെ വിടടാ. ക്ലച്ച്, ബ്രേക്ക്, ഗിയർ, ബ്രേക്ക്, ക്ലച്ച്, ഗിയർ, ക്ലച്ച്, ബ്രേക്ക്, ഗിയർ. ഓ, എന്നെ കൊണ്ടങ്ങ് വയ്യേ. ജന്മത്തിൽ നീ വണ്ടി ഓടിക്കുന്നു തോന്നില്ല എന്റെ ഭഗവാനെ. നീ ഇപ്പൊ കണ്ടോടാ. ഓ പിന്നെ നീ അങ്ങ് ഓടിക്കും. പോടാ പോടാ. സതീശേ വണ്ടി ഓടിയടാ. എടാ ഓടിക്കുന്നടാ, ഞാൻ വണ്ടി ഓടിക്കുന്നടാ. സതീശേ എടാ വണ്ടി ഓടിക്കുന്നു. അപ്പൊ ജോത്സ്യം കള്ളം പറഞ്ഞതല്ലേ? സതീശ അപ്പൊ ആ ജോത്സ്യം പറഞ്ഞു സത്യമായി. അയ്യോ എന്റെ വണ്ടി, എന്റെ വണ്ടി വണ്ടി വണ്ടി. അയ്യോ ഇതെന്നെ പുകയൊക്കെ ഓടിച്ചേ. വണ്ടി ഞാൻ എങ്ങനെ വീട്ടിൽ ചെല്ലും? പോടാ കോപ്പൻ. ഇനി ഇവനോട് കിടന്ന് മരിച്ചു ഉടങ്ങാൻ വേണ്ടി. ചേട്ടാ ചേട്ടാ വണ്ടി ഒന്ന് നിർത്തണേ. പോയി ചാകടാ. ചേട്ടാ 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 ഒന്ന് നിർത്തണേ ചേട്ടാ. ചേട്ടാ പ്ലീസ് ഒന്ന് നിർത്തണേ ചേട്ടാ. ചേട്ടാ 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 ഒന്ന് നിർത്തണേ ചേട്ടാ. ചേട്ടാ ഒന്ന് നിർത്തണേ ചേട്ടാ. ഇവന് തീരെ സുഖമില്ല ചേട്ടാ. കാലെടുത്തണം വെക്കണം. ചേട്ടനെ ദൈവം രക്ഷിക്കും. നിനക്ക് മുന്നിന്റെ ആവശ്യമില്ല. ചേട്ടാ സാറേ ഒരുപാട് നന്ദിയുണ്ട് സാറേ. ജീവൻ പോകുന്നതിന് മുമ്പ് കൊണ്ടുപോണേ. ഏതൊരു രാഷ്ട്രീയ കൊണ്ട് തള്ളിക്കോ. കൊറോണ ഒന്നല്ല കേട്ടോ സാറേ. പിന്നെ പറ്റുമെങ്കിൽ ആ ബില്ല് കൊണ്ട് നടച്ചേക്കണേ. ഞാൻ എവിടെയായിപ്പോ? സതീശ വണ്ടി നിർത്തണ. എടാ എടാ വണ്ടി നിർത്ത. പോലീസ്! അയ്യോ എന്നെ തട്ടിക്കൊണ്ട് പോകുന്നേ. ഞാനിപ്പോ കാണിച്ചടാ. എടാ ഇത്രയും സ്പീഡിൽ ആരെങ്കിലും വണ്ടി ഓടിക്കോട്ടെ? നിനക്ക് ആരാടാ വണ്ടി മേടിച്ചെന്ന്? നിനക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാടാ ചോദിക്കാനും പറയുന്നത്. എന്റെ ജീവന്റെ പ്രശ്നം എനിക്കല്ലേ അറിയുള്ളൂ. നീ എന്തൊരു പരിപാടിയാണ് കാണിച്ചത്? ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് നീ എന്താ കേൾക്കാത്ത വേണ്ടി നിൽക്കുന്നത്? എടാ ചെറുക്കാ. ഹായ്. ഒരു പെണ്ണ് ഇങ്ങനെ വണ്ടി ഓടിക്കാമോ? എന്തൊരു പരിപാടി അത്? ഒരു ചെറിയ സൈക്കിൾ മേടിച്ച് ഓടിച്ച് പഠിച്ചിട്ട് വേണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നാളെ കല്യാണം കഴിച്ച് പോകാനുള്ള ഒരു പെണ്ണാണെന്നുള്ള വിചാരമൊക്കെ വേണ്ടേ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം പറ്റിപ്പോയാൽ
ആവശ്യമില്ലാത്തൊക്കെ ചെയ്തിട്ട് പാതി വിട്ടിട്ട് പോവാ. എന്തായാലും കിടില സംഭവമായിരുന്നു. 200 രൂപ. കാർഡൊന്നും ഇവിടെ വർക്കാവില്ല. മെഷീൻ പ്രോബ്ലം. കാശില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാർഡ് ഇവിടെ വർക്കാവില്ലെന്ന് പറഞ്ഞല്ലോ. കാശ് വന്നിട്ട് പോയാൽ മതി. അത് വായി തുറന്ന് പറയാൻ പാടില്ലേ? ഇത് വലിയ ശല്യമായിപ്പോയല്ലോ. കാശ് വന്നിട്ട് ദേഷ്യമുണ്ടല്ലോ. എയർപ്ലെയിൻ ഓടിക്കാനുള്ള വിചാരമാണോ നിനക്ക്? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? തടിയന്മാര് ഇതൊക്കെ എവിടുന്നാ വന്നിരിക്കുന്നത്? കണ്ണു കാണത്തില്ല. മൂക്കിടിച്ച് ഞാൻ പഞ്ചറാക്കും. പോടാ. എവിടെ വേണേലും അടി. അവിടെ കാണാൻ പോയി നിൽക്കേ. ഫൈറ്റ് സീൻ എടുക്കാൻ പോവാ. എല്ലാരെയും ഒതുക്കുവല്ലേ? രണ്ട് തന്നലുണ്ടല്ലോ. നോക്കടാ. കുത്തി പറത്തിക്കളി ഞാൻ. ആരടാ അത്? ആരാടാ? എടാ രാവിലെ തുടങ്ങിയ എല്ലാ പ്രശ്നത്തിനും നീയാ കാരണം. നീ എന്താ വിചാരിച്ചിരിക്കുന്നെ? നീ വലിയ മറ്റവനാണോ? അല്ല പെട്ടെന്ന് തന്നെ ഒറ്റയാക്കിട്ട് അവിടുന്ന് വിട്ടു പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ തേടി വന്നത്. അല്ല മനസ്സിലായി കാണിക്കുന്നേ. ഞാൻ വരരുത്. പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേക്കണ്ട. എല്ലാത്തിനും നീ തന്നെയാ കാരണം. അത് തന്നെ. ഇയാള് മിണ്ടാതിരി. ഈ കാര്യം ഞാൻ ഏറ്റു. ചേട്ടൻ വന്നില്ലേ? ഇനി എന്തേലൊക്കെ നടക്കും. നീ അവിടെ നോക്കിയോ മോനെ. വിട്രാ മാറ്ററാണെന്ന് അറിയാത്ത പിള്ളേര് പ്രശ്നം ഉണ്ടാക്കിയത്. നല്ല മൂർച്ചയുള്ള കത്തിയാ. നല്ല ജോഡിയാ കേട്ടോ. വണ്ടി എടുക്കും. നീയാണോ പറയാൻ പറഞ്ഞത്? നീ തന്നെ അവരോട് പറയാൻ പറഞ്ഞല്ലേ? അവരല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്? നല്ല ജോഡി അവരെ പറഞ്ഞു. ചെല്ലക്കാറ്റിൽ മെല്ലെ ഹേ ചെല്ലക്കാറ്റിൽ മെല്ലെ കള്ളനോട്ടം നോക്കി എന്നെ തേടി വന്നു നീ. ചെല്ലക്കാറ്റിൽ മെല്ലെ ഹേ ചെല്ലക്കാറ്റിൽ മെല്ലെ കള്ളനോട്ടം നോക്കി എന്നെ തേടി വന്നു നീ. ചപ്പിലൊളിച്ചു കളിച്ചു നടന്നിടം തൊട്ടല്ലോ നിന്നെ ഞാൻ. നിന്നെ കണ്ട നാളല്ലയോ തമ്മിൽ കിനാവുമായി എൻ മാറിൽ ചാരിയിലേ. ഈ പീലിക്കൊമ്പത്തൊരു ഞാനു കെട്ടിടമോല ഞാലിക്കിളി. ചെല്ലക്കാറ്റിൽ മെല്ലെ ഹേ ചെല്ലക്കാറ്റിൽ മെല്ലെ കള്ളനോട്ടം നോക്കി എന്നെ തേടി വന്നു നീ. ആരാരും മുത്താത്ത മുത്തമൊന്നേകുവാൻ പുന്നര പെണ്ണെ അരികെ വാ. ചിങ്ങമാസം വന്നാൽ മേഘപ്പഴുങ്കിനാൽ താലിയൊരുക്കിയൊരുക്കിടാം. ആരാരും മുത്താത്ത മുത്തമൊന്നേകുവാൻ പുന്നര പെണ്ണെ അരികെ വാ. ചിങ്ങമാസം വന്നാൽ മേഘപ്പഴുങ്കിനാൽ താലിയൊരുക്കിയൊരുക്കിടാം. ഈ മഞ്ഞ ശലഭം പറന്നു വരും പോലെ ഹേ മുന്തിരി വള്ളിയിൽ അല്ലിപ്പൂ പൂത്തില്ലേ. ഈ രാവിലോ ഒന്ന് പോയിടാം. ചെണ്ടിലെ മുട്ടു കണ്ടിടാം. നിതക്കൊട്ടു വീശുന്ന കുഞ്ഞിളം കാറ്റുപോലെ. ചെല്ലക്കാറ്റിൽ മെല്ലെ ചെല്ലക്കാറ്റിൽ മെല്ലെ കള്ളനോട്ടം നോക്കി എന്നെ തേടി വന്നുവോ നീ. കുന്നിച്ചപ്പിലൊളിച്ചു കളിച്ചു നടന്നിടം തൊട്ടല്ലോ നിന്നെ ഞാൻ. നിന്നെ കണ്ട നാളല്ലയോ തമ്മിൽ കിനാവുമായി എൻ മാറിൽ ചാരിയിലേ. ഈ പീലിക്കൊമ്പത്തൊരു ഞാനു കെട്ടിടമോല ഞാലിക്കിളി. ചെല്ലക്കാറ്റിൽ മെല്ലെ ചെല്ലക്കാറ്റിൽ മെല്ലെ കള്ളനോട്ടം നോക്കി എന്നെ തേടി വന്നുവോ നീ. ചെല്ലക്കാറ്റിൽ മെല്ലെ ചെല്ലക്കാറ്റിൽ മെല്ലെ കള്ളനോട്ടം നോക്കി എന്നെ തേടി വന്നുവോ നീ. നമസ്കാരം ചേച്ചി. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. രാഹുകാലം കഴിയുന്നതിന് മുമ്പ് ഈ കോൺട്രാക്ട് ഒന്ന് ഒപ്പിടുവായിരുന്നെങ്കിൽ നമ്മുടെ പണി തുടങ്ങായിരുന്നു. നമുക്ക് വന്നതിൽ ഏറ്റവും ചെറിയ ടെൻഡറാണത്. 5 കോടിയേ ഉള്ളൂ. അത് തന്നെയല്ലാതെ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ കമ്പനിയാണിത്. അതെയോ? അതെ മാഡം. ഓ
സ്റ്റെപ്നി. മേഡം നിങ്ങൾ തെറ്റായിട്ടുള്ള ഫയലാണ് ഒപ്പിടുന്നത്. എനിക്കറിയാം മിസ്റ്റർ രഘു, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. സ്റ്റെപ്നി, ഈ ഫയൽസ് എല്ലാം ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഇയാളെ സെറ്റിൽ ചെയ്ത് പറഞ്ഞയച്ചു. അറിയാതെ ചെയ്തതാണ് മേഡം. നിങ്ങളുടെ അടുത്ത് 10 വർഷമായിട്ട് ജോലി ചെയ്യുകയാണ് മേഡം. എന്ത് പ്രയോജനം? 10 വർഷമായിട്ട് ഈ ഓഫീസിൽ ജോലി ചെയ്തിട്ട് നിനക്ക് വിശ്വസ്തനായിട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലേ? എനിക്ക് ഈ കള്ളക്കളി ഇഷ്ടമല്ല. നിങ്ങൾ പോയിക്കോളൂ. മേഡം സോറി മേഡം. സ്റ്റെപ്നി. മേഡം സോറി മേഡം. സാർ നിങ്ങളോട് പറഞ്ഞു കൊടുക്കും സാർ. സാർ പ്ലീസ് സാർ. നിങ്ങളുടെതൊരു ചെറിയ കമ്പനിയാണ്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ വിശ്വസ്തനായിരിക്കും. അതുകൊണ്ട് ഈ ഡീൽ നിങ്ങൾക്ക് തന്നെ തരുവാണ്. ശരി മാഡം, താങ്ക് യു. അവൻ ഏത് ആശുപത്രിയിലാ പോയത്? ഈ ജില്ലയിലെ ഒരു ആശുപത്രിയിലില്ലല്ലോ. അമ്മേ, എവിടെയായിരുന്നടാ? അവനാണെങ്കി ഒരു വട്ടനെ പോലെ പിറുപിറുത്തോണ്ടിരിക്കുക. അപ്പൊ അവൻ ചത്തില്ലേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേടാ? എന്ത്? ഒന്നും മിണ്ടാതെ ഇങ്ങനെ പറഞ്ഞത് കേട്ടോണ്ട് നിന്നാ? അവനെന്തിയമ്മേ? അവന് നല്ല ജലദോഷം, അകത്ത് ആവി പിടിച്ചോണ്ടിരിക്കുക. നീ ചെന്ന് അവനോട് പറ, ബാത്റൂമിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, കുളിച്ചിട്ട് വരാൻ പറ. എല്ലാവർക്കും കൂടെ ആഹാരം കഴിക്കാം. കേട്ടല്ലോ? ഇക്കാലത്തെ ആമ്പിളരെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാ. നീ എവിടായിരുന്നു? അന്ന് നിന്നെ വിട്ടതിന് ശേഷം നിന്നെ കാണാനേ ഇല്ലായിരുന്നല്ലോ. ഫോൺ വിളിച്ച എടുക്കത്തുമില്ല. എടാ, ഞാൻ നിന്നോടാ ചോദിച്ചേ, അന്ന് നിന്നെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നീ എങ്ങോട്ടാ പോയെന്ന്. ഇനി ഇതേ തീർച്ചാണോ? ഹലോ, ആരാ? എടാ, ഞാൻ ഇവിടെ വെച്ച പിണ്ണാക്കും വെള്ളവും കാണുന്നില്ല. കുളിക്കാൻ വെച്ച ചൂടുവെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ, ആരെടുത്തോണ്ട് പോയി? ഒന്നും കിട്ടുന്നില്ലല്ലോ. എന്തേലും ഐഡിയ കിട്ടിയോ? ഇല്ല ചേട്ടാ, ഒറ്റ സൈഡിലല്ലയോ നിന്നത്. കാലങ്ങ് മരവിച്ചു. അതാ അവൻ തിരിഞ്ഞു നിൽക്കാന്ന് വിചാരിച്ചത്. എനിക്ക് വട്ടാവുന്നുണ്ട്. ചേട്ടാ, നിങ്ങളാണ് ഈ നാടിന് നേതാവ്, പടത്തലവൻ, രാജകുമാരൻ, രാജാതി രാജ, പാവങ്ങളുടെ പടത്തലവൻ. ഇനി നിങ്ങളാണ് ചേട്ടാ ഈ നാടിനെല്ലാം. അങ്ങനെ എഴുതി തന്നിട്ടുണ്ട് ചേട്ടാ. ഇത് നോക്ക്, ഇത് കണ്ടോ, ഇത് വായിച്ചു നോക്കിയേ. സൗജന്യ ചികിത്സാ ക്യാമ്പ്. ഇതിനും എനിക്ക് തമ്മിൽ എന്ത് ബന്ധം? ഒട്ടത്തരം പറയാതെ, ഈ നാട്ടിലുള്ള കണ്ണുപോയവരെയും കാതുപോയവരെയും കാലില്ലാത്തവരെയും എല്ലാം നിങ്ങൾ തന്നെ കൂട്ടിക്കൊണ്ടു പോകണം. ഈ സൗജന്യ ക്യാമ്പ് നിങ്ങളാ നടത്തുന്നതെന്ന് പറയണം. ആവശ്യമുള്ള മരുന്നും മന്ത്രവും ഒക്കെ മേടിച്ചു കൊടുത്തു വെച്ചോ. ഈ നാട്ടിലെ മുക്കിലും മൂലയിലും നിങ്ങളുടെ പോസ്റ്ററും ബാനറും ആയിരിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? ഐഡിയ എങ്ങനെയുണ്ടാ? നീ ഒരു സംഭവം തകർത്തു മോനെ. കിളവന്മാരും കിളകളൊക്കെ റെഡിയല്ലേ? നമസ്കാരം. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കോശി കാണിക്കാതെ പെട്ടെന്ന് ഡോക്ടർ, എളുപ്പത്തിൽ ചികിത്സിക്കാൻ വേണ്ടി കണ്ട് കാണുന്നവരെ കാണാത്തവര്, മുള്ളുന്നവരെ മുള്ളാത്തവര് എല്ലാരും വേർതിരിച്ചിരുത്തിയിട്ടുണ്ട്. ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രം മതി. ഇതെല്ലാം ശരി. അതെവിടെ? എന്ത്? ഓ, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആനിമൽസ്. അനിമൽ എന്ന് പറഞ്ഞാ എന്താ ചേട്ടാ? അത് അടിക്കാനുള്ള സാധനത്തിന്റെ കോടാ. ഒരു 3 എണ്ണം അടിച്ചതിന് ആള് വീഴുന്ന പോലെ ഉണ്ടല്ലേ? ഡോക്ടർ മേടിക്കണ്ട, എത്ര വീടലും. അനിമൽസോ ആന്ധ്രാബിൽസോ? അയ്യോ, ആദ്യം ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് ഈ തടീന. ഡോക്ടർ, ആ ഇഞ്ചക്ഷൻ ആണ് അവർക്കെല്ലാം എടുക്കാൻ പറഞ്ഞത്. അയ്യോ, പശുവിന് ഇടുന്ന ഇഞ്ചക്ഷൻ. അങ്ങോട്ട് നോക്കൂ, ബാനർ കണ്ടില്ലേ? ശരിയാണല്ലോ, ബാനർ മോട്ടിച്ചോണ്ട് ഡോക്ടർ എന്തിനാ ഇതിൽ കെട്ടി തൂക്കിയിരിക്കുന്നത്? എന്റെ അമ്മോ, അത് എന്റെ ബാനർ, എന്റെ മെഡിക്കൽ ക്യാമ്പ്. അപ്പൊ ഇതെന്താ? ആനമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗജന്യ ചികിത്സാ ക്യാമ്പ്. അത് തന്നെയാണല്ലോ. പിന്നെന്താ ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ മടിക്കുന്നത്? ഇവിടെ നോക്ക്, ഇതെന്താ വായിക്കേ? സൗജന്യ കന്നുകാലി ചികിത്സാ ക്യാമ്പ്. ഒരു ബിറ്റ് നോട്ടീസിനെ പാതിയായിട്ട് കീറിയിട്ട് തോന്നിയാസം വിളിച്ചു പറയുന്നു. എന്നിട്ട് എന്റെ അടുത്ത് അളവിറക്കുന്നു നീ. ഇത് എവിടെ നിർത്തടാ ചേട്ടാ? അത് ബജ്ജി മേടിക്കാൻ പോയപ്പോ കിട്ടിയ ബജ്ജിക്കടലിൽ രണ്ടായിട്ട് കീറിയല്ലടാ വെക്കൂ. ഡോക്ടറെ, അറിയാതൊരു അബദ്ധം പറ്റിപ്പോയി. ഡോക്ടർ എന്ത് ഇഞ്ചക്ഷനാ കൊണ്ടുവന്നിരിക്കുന്നെന്ന് ആർക്കും അറിയില്ല. ഉള്ളതിൽ നല്ലതൊരെണ്ണെടുത്ത് ഈ കിളവിക്ക് കുത്തിവെക്കും. പിന്നെ എനിക്ക് നല്ല മര്യാദയായിരിക്കും. എവിടെ? ജയിലിലോ? അതെന്താ അങ്ങനെ പറഞ്ഞ? പിന്നെ അല്ലാതെ ആ ഇഞ്ചക്ഷൻ കൊടുത്ത ഈ തള്ള തട്ടിപ്പോ കുഴപ്പമില്ലേ? പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ടോ? അയ്യോ, പോയി പെട്ടി എടുത്തോണ്ടാ. സോറി ചേട്ടാ, ലേറ്റ് ആയി പോയി, തെറ്റുപറ്റിപ്പോയി.
A.R. റഹ്മാൻ സംഗീതം ചെയ്ത എല്ലാവരും വരണം കേട്ടോ. ഗാനത്തോടെ നല്ലപോലെ പഠിക്കണേ. ഞാൻ നിങ്ങളും വിട വരണേ. നിങ്ങളുടെ സിന്ധു മോഹൻ. അടുത്തതായി നിങ്ങളുടെ തീർച്ചയായും ഇഷ്ട ശരി മോളെ, ശരി മോളെ. മഹേഷ്. നിങ്ങളുടെ മോളെ നിന്നെ കെട്ടിപ്പിടിച്ച് ഉരുണ്ടു മറിഞ്ഞ് നിന്റെ തിരുനെറ്റ് നോക്കി ഉമ്മ വയ്ക്കണം. ആരെയും കാണില്ലല്ലോടി. ഇവിടെ എവിടെങ്കിലും കാണും. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. പശുവിനൊരാൾ കാടി കലക്കുന്നു. ഹലോ 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 സാറിനെ ഇതെന്താ എലി പുന്നല് കണ്ടോലെ ഇവൻ നോക്കി നിൽക്കുന്നേ. ഒരു പക്ഷേ ഇവനെ ഫ്രീസാക്കിയ ഐസ് കട്ട ഇനി ഇവളാണോ? തീർച്ചയായിട്ടും എന്നേര്. എരുമയും കൊണ്ട് വരണേ. അത് പിന്നെ ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? അളിയാ നേടാ പോകുന്നടാ. എടാ അളിയാ, എടാ എവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് തന്നെ എടാ പോന്നേ. എന്നെ മൊത്തത്തിൽ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നേ. നീ എന്ത് വിചാരിക്കുന്നടാ? ഇതൊക്കെ നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? ദിവ്യശക്തി കൊണ്ട്. ഈ ദിവ്യശക്തിയൊക്കെ നീ അവരുടെ അടുത്ത് കാണിച്ചായിരുന്നു. കണ്ണുമൂടി നമ്മൾ ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ പാടില്ല. കണ്ണുമൂടി കണ്ടതും കേട്ടതും എല്ലാം വിശ്വസിക്കുന്നവനാണടാ യഥാർത്ഥ കൂട്ടുകാരൻ. പക്ഷെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അളിയാ നിനക്കിപ്പോ ആ പെണ്ണിനെ കാണണം, അത്രയല്ലേ ഉള്ളൂ? ആ ഇതൊക്കെ അല്ലേ? അത് തന്നെ. എന്തിനാടാ എല്ലാരും കൂട്ടായിട്ട് വന്നിരിക്കുന്നത്? PP വെച്ചോണ്ട് ഊർന്ന എന്തിനാ? ഇതിനെന്ത് പറ്റി? സാർ 5 വർഷമായിട്ട് ചനയൊക്കെ സാറിന് എടുത്ത് കൊണ്ടുവന്നാൽ ശരിയാവുന്ന പറഞ്ഞേ. എനിക്ക് വൈദ്യം നോക്കാനേ അറിയാവൂ, ചെന ഉണ്ടാക്കാനൊന്നും അറിയില്ല. അല്ല ഇതെന്താ കളർ കളറായിട്ട് പൊന്നാട അണിയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? സാർ രാത്രി മുഴുവനും പനിച്ച് വിറക്കായിരുന്നു. സാർ ആ നാടി ഒന്ന് പിടിച്ചു നോക്കി. ഇതിന് നാടി എവിടെ മടിയല്ലേ ഉള്ളൂ? അത് തന്നെയാ ഞാനും പറഞ്ഞു. ഞാൻ ഗേൾസ് അല്പം ടേൺ. നിന്നോടും കൂടിയാ പറഞ്ഞത്, ടേൺ. കാള ആണാടാ? അതെ ആണ് തന്നെയാ സാർ. അയ്യോ അത് പശു അല്ല, കാളയാ. ഇതിനല്ല, ഇതിന്റെ വൈഫിനാ. വൈഫിനാ? ഭാര്യയുടെ ഗർഭം അലസി പോകുമ്പോഴേ ഭർത്താക്കന്മാരെ ചെക്ക് ചെയ്യില്ലേ, അതുപോലെ ഇത്. അത് ലോജിക്കോ? അല്ല തുളസി, ഭാര്യ ഗർഭം ധരിച്ചില്ലെങ്കിൽ ഭർത്താവിനെ ചെക്ക് ചെയ്യുന്നത് കറക്റ്റ് ആണ്. പക്ഷെ കാള, എരുമ, പശുവിനൊക്കെ ഇത് ചെയ്യാറുണ്ടോ? ഇത് നമ്മുടെ തിയറിയിലുണ്ടോ തുളസി? നാണം കെട്ടത് അകത്ത് പോ ഡോക്ടർ. അല്ല ഞാൻ ചോദിച്ചത് വേണ്ട. ശരി ഓക്കെ. ലെസ് ടെൻഷൻ മോർ വർക്ക്, മോർ വർക്ക് ലെസ് ടെൻഷൻ. ആന്റി നിങ്ങളാരാ? ഇതെന്താ ഈ സമയത്ത്? ഇത് ദേവിയുടെ വീടല്ലേ? അതെ. ദേവി ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടായിരുന്നു കേട്ടോ. നിന്നെ കാണാൻ വേണ്ടി വന്നാടാ. അമ്മ അകത്ത് വിസിലടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ. ഇരിക്കടി. ആരാടെ ഇവര്? ഒന്ന് മാറി ഇരിക്കടാ. എപ്പോ നോക്കിയാലും കൂടെ തന്നെ ഉണ്ടാവും. ഹലോ ഹലോ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. എന്നെ? പിന്നെ എന്നാ വിശേഷം? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. പത്രാസ് കാണിക്കല്ലേ? ഞാനോ? ചോറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. നിങ്ങളൊന്ന് എന്റെ കൂടെ വരുവോ? ഭയങ്കര ബിസിയാ മോളെ, ഭയങ്കര ബിസി. ഇന്ന് അവന് ഭയങ്കര പത്രാസാണല്ലോ. എന്താണ് കാര്യം? നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? നിനക്ക് എന്നെ അറിയാം. നിന്റെ കൂടെയാണ് ബൈക്ക് ചുറ്റിക്കറങ്ങിയെന്നറിഞ്ഞാ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അതുകൊണ്ട് നീ സഹായിക്കുമെന്ന് കരുതിയാണ് രാത്രിയാണെന്ന് പോലും ഓർക്കാതെ ഞാൻ വന്നത്. പറ്റില്ല പറ്റില്ല, വേറെ ആരെങ്കിലും. ഇവനെന്തോ പറയുന്നേ, ഇവളെന്തോ ഈ പറയുന്നേ, ഒന്നും മനസ്സിലാവുന്നില്ല. നാളെ എനിക്ക് ക്യാമ്പില് നാട്, പശു, കോഴിയൊക്കെ നീയാണ് കൊണ്ടുവരേണ്ടത്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആടിക്കുന്ന ആൾക്കാരാണ് വിചാരിച്ചേക്കുന്നത്. കുന്തം. എന്തുവാടെ സംഭവം? ഒന്നും മനസ്സിലാവുന്നില്ല. അത് ആട്, മാട്, കോഴി. എന്തുവാടാ? പെട്ടെന്ന് അമ്മ വെള്ളം വേണം. അയ്യോ അയ്യോ, എത്ര പശു, എത്ര ആട്. അയ്യോ അനിയ, ഇതിനെല്ലാം എവിടെ നിന്നാ പിടിച്ചോണ്ടേ? സ്നേഹം കൊണ്ട് കൊണ്ടുവന്നതാ, എന്റെ കടമ. അയ്യോ നിന്റെ കടമയ്ക്ക് ഒരു ലിമിറ്റേ ഇല്ലാതെ പോയല്ലോ. എനിക്ക് രോമാഞ്ചം കൊള്ളുന്നു. തുളസി, ബിൻസി, റിൻസി എല്ലാം ഓടി വാ 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 വരൂ പെട്ടെന്ന്. എത്ര ആടുകൾ, എത്ര പശുക്കൾ നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ആളിനൊരു ആടിനെയോ മാടിനെയോ പിടിച്ച് നല്ലോണം തൊഴിൽ പഠിച്ച് ഈ മെഡിക്കൽ ക്യാമ്പിനെ ക്ലോസ് ചെയ്തേക്ക്. പോകും പെട്ടെന്ന്. ഹേമേ, അവിടെ എന്താ വായി നോട്ടം? ഇവിടെ ജോലി നോക്ക്. സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറില്ല, എന്റെ മനസ്സിന് സഹിക്കില്ല. നിന്റെ മനസ്സിന് സഹിക്കില്ല, എനിക്ക് അതിനേക്കാളും സഹിക്കില്ല. അല്ല അവിടെ എന്തായി?
മരുന്നൊക്കെ കൊടുത്തായിരുന്നോ? എല്ലാരും ഉണ്ട്. നമ്മുടെ ഇനി 3 മാസത്തിൽ നിന്റെ ലൈഫ് സെറ്റിൽ ആയി പോകും. ഡോണ്ട് വറി. അല്ല മോളെ, നീ എന്താ ഇവിടെ സാർ, നീ ആരാ അന്വേഷിക്കുന്നത്? ചുമ്മാ ഈ പരിസരമൊക്കെ ഒന്ന് കാണുക. മനസ്സിലായി മനസ്സിലായി. ശരി ശരി. ഹായ്. വല്ലം കഴിച്ചോ? കാളകൾ, ആടുകൾ, കോഴികൾ. ഹേയ് തുളസി, വെയില് കൂടുതലല്ലേ, ഈ കണ്ണാടി വെച്ചോളൂ. തുളസിക്ക് മഞ്ഞപ്പൂ. ഹേയ് തുളസി. എന്തോടാ കോറസാണോ ഇത്? പേടിച്ചു പോയോ? ഞാൻ നിന്റെ മേത്ത് വീണപ്പോൾ വേദനിച്ചോ? അല്ല, നിങ്ങളെ ആസ്വദിക്കായിരുന്നു. അപ്പൊ ഇതിനോ? ഇതെന്താ? എന്റെ ചേട്ടൻ എന്തോ പാവം തോന്നി തരുന്ന ബോക്സ്. അകത്തെന്താ ഉള്ളത്? എന്റെ മനസ്സും കുറച്ച് ഫീലിങ്സും ഇതിൽ അടച്ചു വെച്ചിട്ടുണ്ട്. തുറക്കേ നോക്ക്. നഴ്സ്, ഒന്ന് പെട്ടെന്ന് ഇങ്ങ് വന്നേ. അവിടെ നിക്ക് നിക്ക് നഴ്സ് മോളെ. അയ്യോ പൊന്നെ നിക്ക്. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഒട്ടിച്ചതാ. അയ്യോ ഗിഫ്റ്റ്. ഇത് അവക്ക് കൊടുത്ത് വളച്ച് കയ്യിലെടുക്കാം. ചേട്ടാ ഗിഫ്റ്റ് കാണുന്നില്ല ചേട്ടാ. ഓ, ഇവന്മാരെ കൊണ്ട് തോറ്റു. ആരെടുത്തിട്ടുണ്ടാവും? അതാരാ ചേട്ടാ എടുക്കാൻ പോകുന്നു? ഞങ്ങളുടെ മേളിൽ എന്തിനാ ചേട്ടാ സംശയിക്കുന്നത്? ആ കൂതറ ഗിഫ്റ്റ് ഇവിടെ തന്നെ കാണും, നമുക്കൊന്ന് നോക്കാം. വാ. ചോക്ലേറ്റ്. നിന്റെ കാര്യമൊക്കെ സാധിച്ചില്ലേ, പിന്നെന്തിനാടാ ഈ ഗിഫ്റ്റ്? അത് വിട്ടേക്ക്, വാ നമുക്ക് പോയി സംസാരിക്കാം. എന്താ ഇത്? ഗിഫ്റ്റ്. എനിക്ക് വേണ്ട. നിനക്കൊരു ആവശ്യം വരുമ്പോ ഞാൻ വേണം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണ്ടല്ലേ? ഒരു സന്മനസ്സില്ലേ? ഇല്ല. ഇത്രയും കഷ്ടപ്പെട്ട് ചേട്ടാ നമ്മുടെ ഗിഫ്റ്റ് ചേട്ടാ. ഓക്കെ, ചോക്ലേറ്റാ. ഇഷ്ടപ്പെടും. കളഞ്ഞല്ലേ. നല്ല കാര്യം ആരും കണ്ടില്ല. ഇത് വെച്ച് ആരെയും കാണണ്ടല്ലോ. എന്താണത്? അത് അല്ല, ഹണി. ഹണീബി അല്ല, വളരെ താങ്ക്സ്. വാച്ച്മാൻ, ഇത് കൊണ്ടുപോയി വണ്ടി. ഡോക്ടറെ പിന്നെ ഞാൻ അവൻ തന്നെ എടുത്തോണ്ട് പോട്ടെ. അയ്യോ ഇവരെവിടൊക്കെ കൊണ്ടുപോകുന്നത്? അല്ല, നിനക്ക് എന്താ ഇവിടെ കാര്യം? എന്താ ഡോക്ടർ? എന്നാ കാണാം ഡോക്ടർ. ശരി ശരി വരട്ടെ. ശരി. ചേട്ടാ വീണ്ടും ആ ഗിഫ്റ്റ് നമ്മുടെ കൈവിട്ട് പോയല്ലോ. കൈവിട്ടു പോയ ഗിഫ്റ്റ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. എന്റെ പ്രണയിനിക്ക് അത് കൊടുത്തേ പറ്റൂ. മാങ്ങാ തൊലി. ഡോക്ടർ എല്ലാം കേട്ടോണ്ടിരിക്കുക. ആ വാച്ച്മാൻ ഇങ്ങോട്ടല്ലേ പോയത്? പോയി പിടിക്കാൻ നടക്ക്. അവൾ അവിടേക്ക് വരും, നോട്ടീസ് തന്നിട്ട് മൃഗങ്ങളെ കൊണ്ടുവന്ന് ചോദിക്കും. സാറാണെങ്കിൽ നാട്ടിലുള്ള ആടിനെയും കോഴിയും പശുവിനെയും എല്ലാം അവിടെ കൊണ്ട് നിർത്തും. രാത്രി ഉറങ്ങാതിരുന്ന് ചാടാൻ പറഞ്ഞിട്ട് ആരാ? എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കൊല്ലുന്നത്? ഇപ്പൊ തന്നെ ഞാൻ അവളോട് എന്താന്ന് കാര്യം ചോദിക്കാൻ പോവാ. വണ്ടി എടുത്തോണ്ട് പോയി ഇന്ന് അവളോട് ഞാൻ എന്താണ് എന്റെ കൈ ധരിക്കുന്നു. എത്ര വൈകിയാലും ശരി ഗിഫ്റ്റും കൊണ്ട് തിരിച്ചു പോകാം. ഒരു മിനിറ്റ്. കടുകുമണിയോളം ഉള്ളൊരു ഗിഫ്റ്റ് കടയിൽ പോയി വാങ്ങിയിട്ട് വന്ന് ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ കളർ പേപ്പർ വെച്ച് വെളുപ്പിനെ വരെ ഇരുന്ന് ഒട്ടിച്ച് കാലത്തെ ചേച്ചിയുടെ അടുത്ത് കൊടുത്താ വേണ്ടെന്ന് പറയുമോ ആരേലും? ഇങ്ങനെ ഹൈ ജമ്പും ലോങ് ജമ്പും ചാടി ഭയങ്കര മോശമാണ് ചേട്ടാ ഇത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ നേഴ്സ് എന്താ പറഞ്ഞെന്നറിയോ? എന്താ അവള് പറഞ്ഞേ? അവളെന്ന് പറയരുത്. അതാണോ ഇപ്പൊ? ശരി, അത് വിട്ടേക്ക്. ആദ്യമായി എനിക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് അതുമായിട്ട് ഇനി വന്നാ മതി എന്ന് പറഞ്ഞു. എന്തൊക്കെ സംഭവിച്ചാലും ശരി ഗിഫ്റ്റും കൊണ്ടേ പോകൂ. ഇയാളുടെ തലയെഴുത്ത് മാറ്റാൻ പറ്റത്തില്ലെന്നാ തോന്നുന്നു. ഇതിലെ വഴിയുണ്ടോ? അതിലൂടെ തന്നെയാ പോകുന്നത്. ഈ സൈഡിലോട്ട് വാ ചേട്ടാ. ഈ വഴിക്കായിരുന്നോ? നീ കണ്ടോ? അവളുടെ അടുത്ത് ഞാൻ പോയി ചോദിച്ചിട്ടേ ഉള്ളൂ. രണ്ടിലൊന്ന്. ഏയ് ആരാ നീ? തുളസിയുടെ ഫ്രണ്ട് അല്ലേ? മാറി നിക്കേ. നീ ശബ്ദം ഉണ്ടാക്കാതെ എന്നെ ഫോളോ ചെയ്യണം. വാ. നമ്മൾ ഒരുമിച്ച് നിന്നാ നേരം വിളിക്കും. അതുകൊണ്ട് എല്ലാവരും ഓരോ ഭാഗത്ത് പോയി നോക്കാം. കാണിച്ചു തരാടാ. അമ്മ, എത്ര ദിവസം കഴിഞ്ഞിട്ടാ. നാളെ അമാവാസ്യ ദിവസമാണ്. നാളെ നിന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടാ? ഓക്കെ അല്ലേ? എന്റെ മുത്തിനെ കാണാൻ ആ ഗിഫ്റ്റും കൊണ്ട് വേണം പോകാൻ. ആ ഗിഫ്റ്റ് ഇവിടെ എത്തിയല്ലേ?
ചേട്ടാ ഗുഡ് നൈറ്റ്. മോർണിംഗ്. ഈ ആമ്പിള്ളേരെ വെച്ച് മേച്ചാലും മേയ്ക്കാൻ ഈ പെമ്പിള്ളേരുണ്ടല്ലോ, സഹിക്കുന്നില്ല എനിക്ക്. നിക്ക് വരാം. എടാ, ഒരു മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഒന്ന് കുടിക്കാൻ, എന്തു കുടിക്കാൻ? അല്ല ഇരിക്കാൻ വിടില്ലേന്ന്. മോളെ ഇങ്ങനെ ഒന്ന് മേക്കപ്പ് ഇട്ടിട്ട് വരല്ലേ, ചങ്ക് പൊട്ടിപ്പോകും. അല്ല എന്തിനാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്? സാർ മോഷ്ടിക്കാൻ വന്നാ ഞാനാ പിടിച്ചത് ഇവരെ. മിസ്റ്റർ, നിങ്ങളാണോ ഇങ്ങനെ? അതെ. ഇരിക്കട്ടെ. അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഡോക്ടർ ചോദിച്ചതിൽ തെറ്റില്ല. പക്ഷെ വേറൊരു ചോദ്യം കൂടി ഇവിടെ ചോദിക്കണം. ഞങ്ങൾ മതിൽ ചാടി വന്നു, അത് ശരിയാണ്. പക്ഷെ ഇവരെന്തിനു മതിൽ ചാടി എന്നുള്ളത് അറിഞ്ഞേ പറ്റൂ. കണ്ടില്ലേ? റൈറ്റ്. അല്ല നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തേ? റോഡിൽ കൂടെ നടന്നു വരുമായിരുന്നു. ഇയാളെ കണ്ടോട്ട് ഞാൻ ചാടി വന്ന് പിടിച്ചതാ സാർ. നമ്മുടെ നാട്ടിൽ വന്ന പെൺപിള്ളേരെ നമ്മൾ വേണ്ട സാർ രക്ഷിക്കാൻ. നോക്കനിയാ, നീ എന്തിനു വന്നു, എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയണ്ട. നീ സംസാരിക്കുമ്പോൾ നിന്റെ നാക്ക് റോൾ ആവുന്നുണ്ട്, ഡയലോഗ് തെളിയുന്നില്ല. നീ എന്താ പറയാൻ വരുന്നേ? നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എല്ലാരും സ്ഥലം കാലിയാക്കി, ആദ്യം സ്ഥലം കാലിയാക്കി. നിന്റെ മേക്കപ്പ് ഊരിട്ട് വേണം നീ റൂമിൽ പോയാൽ. പോ എല്ലാരും. നടക്കുന്നുണ്ടോ? നിങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണം. കാണിച്ചത് നീ എന്നെ മര്യാദ പിന്നെ സോറി. നീ ഒരു മണ്ട ശിരോമണിയാ. അന്ന് വണ്ടിയിൽ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് നിന്റെ പാട്ടിന് പോയി. നിന്നുണ്ടല്ലോ. എനിക്ക് ക്യാബിന് വരാനുള്ള ഐഡിയ ഇല്ലായിരുന്നു. നിന്നെ കാണാൻ വേണ്ടിയാണ് നിന്നെ തേടി ഞാൻ വന്നത്. എന്റെ ദൈവമേ, ഉറങ്ങില്ലായിരുന്നു നീ? മിസ്സായി മിസ്സാകും, കിസ്സായി കിന്നസാകും, ഗസെല്ലാം സത്യമാകും. ഈ പാട്ട് യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം ട്രെൻഡിങ് ആകും. പാട്ടൊന്നു പാടിടാ, പാവൊന്നു മുന്നിൽ നീ. ഓരടിച്ചു എങ്കിലോ ബൈക്ക് എടുത്ത് പായടി. ഐസല്ലേ അഴക്, ഐസല്ലേ അഴക്. കണ്ണിൽ മെയ്യിൽ കത്തി നിൽക്കും കാന്ത വിളക്ക്. കണ്ണിക്കതിർ കൊയ്യാൻ പാടി ചെന്താമരപ്പൂവേ. ഐസല്ലേ അഴക്, ഐസല്ലേ അഴക്. പണ്ടേ ഒരുക്കി ഞാൻ കാത്തിരുന്നേ, കണ്ണു രണ്ടു മൂടിയാലോ വെണ്ടാരമായി വന്നില്ലേ. നിൻ കല്യാണമാ പണിമുത്തം കൊണ്ടേ എടി കോർത്തെടുക്കാം. കമ്പിളി പൂതപ്പൂ വേണ്ട നിന്നെ മാറിൽ ചേർക്കാം. നീ
മായപ്പൂ പാടല്ലേ തേനല്ലേ നീ മണിവിരൽ തഴുകി കുളിരുതരും കണ്ണാളെ നീ മായപ്പൂ പാടല്ലേ തേനല്ലേ നീ മണിവിരൽ തഴുകി കുളിരുതരും കണ്ണാളെ കരളെ കണ്ണഴകി മനസ്സ് കൊത്തി നീയും കനക കുട നിവർത്തി എങ്ങോട്ടടി പോകുന്നേ ദൂരെ ദൂരെ നില തേടി തേടി വരാം അമ്പോ കണ്ണുരുട്ടി കയ്യിലെന്തേ വീട്ടിലെ കണ്ടുവെച്ച എൻ മോഹമെല്ലാം എടി നേരം നോക്കി നീ തരുമോ എൻ മോഹമെല്ലാം ഞാൻ ചൊല്ലട്ടെയോ താരമണ്ടൽ പോലെ ഞാൻ കുത്തിയാലോ തൊട്ടടുത്ത ബൊമ്മ പോലെ നോക്കി നിന്നു ഞാനും ഞാൻ കാത്തുവെച്ച അത്തിപ്പഴം നീ എടുത്തു തിന്നോ നീ മായപ്പൂ പാടല്ലേ തേനല്ലേ നീ മണിവിരൽ തഴുകി കുളിരുതരും കണ്ണാളെ നീ മായപ്പൂ പാടല്ലേ തേനല്ലേ നീ മണിവിരൽ തഴുകി കുളിരുതരും കണ്ണാളെ നീ മായപ്പൂ പാടല്ലേ തേനല്ലേ നീ മണിവിരൽ തഴുകി കുളിരുതരും കണ്ണാളെ നീ മായപ്പൂ പാടല്ലേ തേനല്ലേ നീ മണിവിരൽ തഴുകി കുളിരുതരും കണ്ണാളെ കണ്ണിൽ മയിൽ കത്തി നിൽക്കും കാന്ത വിളക്ക് കന്നിക്കതിർ കൊയ്യാൻ പാടി ചന്താമര പൂവേ വെള്ളിത്തിര പോലെ വന്ന് എന്നെ ചുറ്റി നീയോ നീ മായപ്പൂ പാടല്ലേ തേനല്ലേ നീ മണിവിരൽ തഴുകി കുളിരുതരും കണ്ണാളെ നീ അലേഗ്ര വാടാ നീ അലേഗ്ര നീയൊന്ന് തൊട്ടെന്ന തോവൽ പോലെ പൊങ്ങൂലേ മുതലാളി കഴിവേ 140 വന്നോണ്ടിരുന്നേ ഇതിലെങ്ങനെ മുട്ടിയിരുന്നെങ്കിൽ പാണ്ടിലോറി കയറിയ തവളയുടെ അവസ്ഥയായനെ. നിർത്തിയിട്ട വണ്ടിയിൽ 140 കിലോമീറ്റർ സ്പീഡിൽ വന്ന ആദ്യത്തെ ആള് മുതലാളിയായിരിക്കും. ഇങ്ങനെ പോയാലേ പഠിച്ചെടുക്കാൻ 20 വർഷവും. ഇവിടെന്താ ഇത്ര സ്പീഡിൽ അകത്തോട്ട് പോകുന്നത്? പോകുന്ന സ്പീഡ് കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും പോലെ നമുക്ക് ഒളിഞ്ഞു നിന്ന് നോക്കാം. വാ ശരി പോകാം. വിവരം കിട്ടവനെ അടങ്ങുന്നില്ലേ? അമ്മയ്ക്ക് സുഖാണോ അമ്മേ? സുഖായിരിക്കുന്നു മോളെ. മോക്ക് സുഖാണോ? എനിക്ക് സുഖം തന്നെ അമ്മേ. അതിരിക്കട്ടെ, മോളുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അമ്മേ. അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്തമ്മേ. ഞാനും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പൊന്നിന്. താങ്ക് യു അമ്മേ. അല്ല തുളസി, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാന്ന് കരുതിയിരിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലേ? എന്റെ കുടുംബക്കാരൻ നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നോ? മിണ്ടാ നിക്കടാ. സർപ്രൈസോ? എനിത്തിങ് സ്പെഷ്യൽ? യാ മുരുക, മോള് തന്നെ തുറന്നു നോക്ക്. KV മിൽസിന്റെ ഒറ്റ മോന. ഈ പയ്യനുമായി നിന്റെ കല്യാണം ഉറപ്പിക്കാനിരിക്കുക. നീ എന്റെ അവസ്ഥ കണ്ടോ? ചെറുക്കന്റെ ഫോട്ടോ അവർ എന്നെ പോലും കാണിച്ചില്ല. അടങ്ങി നിക്കി. അല്ലമ്മേ, ഞാൻ എന്താ തുളസി? ഞാനൊരാളെ പ്രേമിക്കുന്നുണ്ടമ്മേ. എന്താ പറഞ്ഞ? പ്രേമോ? ഞാൻ അമ്മയോട് പറയണെന്ന് പറഞ്ഞ ഇവിടെ പ്രേമം വെണ്ടയ്ക്കാൻ മത്തങ്ങ പടം വിളിക്കുന്ന ആവശ്യമില്ല. 1-2 കേസ് ജയിക്കുന്നുള്ളൂ. ഇരിക്കും മുതലാളിക്ക് റൈറ്റ്സ് ഇല്ലേ? നീ ഇതിനെ കോളേജിൽ പോന്ന് പ്രേമിക്കാനാ? അവളുടെ അമ്മ പറഞ്ഞ പയ്യനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ. ഇവിടെ ആരും ഒന്നും സംസാരിക്കണ്ട. നീ പറയുന്ന പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ചെറുക്കൻ. തീർച്ചയായിട്ടും വിശ്വസിക്കാം അമ്മേ. നല്ല ചെറുക്കനാ അമ്മേ. നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ചെറുക്കനാ. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാ അമ്മേ. അമ്മ ഒരു പ്രാവശ്യം കണ്ടു നോക്കമ്മേ. കള്ളത്തരൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരിക്കലും ഇല്ലമ്മേ. പ്ലീസ് അമ്മേ, എനിക്ക് വേണ്ടി അമ്മ ഒന്ന് കാണ്. പ്ലീസ് അമ്മേ. ക്ഷമയാണ് വേണ്ടത്. എന്റെ മോളുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. താങ്ക് യു അമ്മേ. നീ അവനോട് വരാൻ പറ. ഞാൻ തീർച്ചയായും പറയാമേ. ഓക്കെ അമ്മേ. ശരി, നമ്മുടെ ജോലി തുടങ്ങാം. മുതലാളി ലവ് മാരേജിന് ഓക്കെ എന്ന് പറഞ്ഞു, എന്നിട്ട് മുതലാളി മിണ്ടായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആധാർ കാർഡിലും റേഷൻ കാർഡിലും മാത്രമേ കുടുംബനാഥനുള്ളോ? അത് ശരിയാണല്ലോ. എന്താ ഇങ്ങനെയെന്നാ ചോദിക്കുന്നേ? എടാ ഒന്ന് ചുമ്മാരിക്കേ. നീ അത് കണ്ടോ? എന്റെ ഫ്രണ്ട് ഒരുത്തൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയായിരുന്നു. അവനെ കാണാൻ ഞാൻ ചെന്നപ്പോ അവൻ പെണ്ണ് കാണാൻ പോയിരിക്കുക. ആ സമയത്ത് അവിടെ വന്നൊരു പെണ്ണ് സൂര്യവംശം പടത്തിലെ ദേവയാനിയെ പോലെ ഇരുന്നു. ഐ ലവ് യു എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും മഹാത്ഭുതം, അവൾ ഇങ്ങോട്ട് ഐ ലവ് യു പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പ്രേമമരം പൂത്തുളഞ്ഞ് കേരളമാകെ ഒരു പൂങ്കാവനായി മാറി.
ഈ വിഷയം അവളുടെ വീട്ടിലിറങ്ങി അതൊരു നെരിപ്പോടായി അഗ്നികുണ്ഡത്തിൽ വന്ന് അവസാനിച്ചു. അതിനുശേഷം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു അച്ഛനായി മാറി. ഒരു ദിവസം അച്ഛൻ പെട്ടെന്ന് നെഞ്ചും പൊത്തി ഇരിക്കുന്നത് കണ്ട് ഞാൻ പെട്ടെന്ന് ഫോൺ ചെയ്ത് ഭാര്യയോട് പറഞ്ഞു. അച്ഛനെ കാറിൽ കയറി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ അവള് പറഞ്ഞു. അതിന് കാർ ഓടിക്കാൻ എനിക്ക് അറിയില്ലല്ലോ എന്ന് അവളോട് പറയുന്ന സമയത്ത് അച്ഛന്റെ ഹാർട്ട് അതോടെ ബ്രേക്കായി. അപ്പോഴാണ് എന്റെ ഭാര്യ മനസ്സിലാക്കുന്നത് എനിക്ക് അതൊരിടം കാർ ഓടിക്കാൻ അറിയില്ല എന്ന്. അന്നു മുതൽ അവൾ എന്നെ ഓടിക്കാൻ ആരംഭിച്ചതാണ്. അമ്മ ഇപ്പൊ നന്നായിട്ട് മസാജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തുവാണ് ഇത് മനസ്സിലാവുന്നില്ല. റിഹേഴ്സൽ നോക്കൂ അമ്മായി. എന്താ റിഹേഴ്സലോ? അമ്മായിയോ? എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറേണ്ട മരുമോളല്ലേ, അതുകൊണ്ട് അമ്മായി നമ്മെ വിളിച്ച്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചക്ര പഞ്ചാര എന്താ? ഒന്നുമില്ലല്ലോ. ഇതെവിടെ ചെന്ന് അവസാനിക്കോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. അമ്മായി, ഇതെങ്ങനെങ്കിലും എന്റെ അമ്മയോട് പറഞ്ഞ ഈ കാര്യം ഒന്ന് നടത്തി തരണം. പ്ലീസ് അമ്മായി, പ്ലീസ് അമ്മായി. അമ്മായി രണ്ടും കൂടി എന്തൊക്കെയോ പറയാ. പൊണ്ടാരടങ്ങാൻ അമ്മ സമ്മതിച്ചടി. ഒന്ന് പറഞ്ഞു. കാറ് റോഡിൽ കൂടെ ഓടിക്കാതെ ട്രാക്ടർ പോലെ വയലിൽ കൂടെ അന്നല്ലോ ഓടിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ചാണകം ഉണ്ട് ഇതിൽ. എങ്ങനെയാണെന്നൊന്നും അറിയണ്ട, പക്ഷെ കാർ നമ്മുടെ വണ്ടിയുടെ ടയറിൽ ഈ നാട്ടിലെ ചാണകവും മുഴുവനും ഉണ്ട്. മോലാളി ഒന്ന് വേഗം തുടക്കേ. ചെറുക്കന്റെ വീട്ടുകാർ ഇത് കണ്ടാലേ മോലാളിക്കാ നാണക്കേട്. എടാ അവർ വന്നു തോന്നുന്നു, പോയി നോക്കി. മോലാളി ചെറുക്കന്റെ വീട്ടുകാരൊക്കെ വന്നെന്ന് തോന്നുന്നു. അയ്യോ എടാ നിന്ന് ഇപ്പൊ നീ തന്നെ വിളിച്ചു വരുത്തി പോലുണ്ടല്ലോ. ഇത് ആദ്യം ഒന്ന് പറഞ്ഞുകൂടായിരുന്നു. അമ്മായി ഇപ്പൊ നീ ഗെറ്റപ്പിലാണോ നിൽക്കട്ടെ? എന്തെങ്കിലും ഗെറ്റപ്പ് ഉണ്ടെങ്കിലല്ലേ ഗെറ്റപ്പ് കാണിക്കാൻ പറ്റൂ. മാലയൊക്കെ കാണുന്നുണ്ടല്ലോ, ഗെറ്റപ്പല്ലേ? വന്നാട്ടെ വന്നാട്ടെ, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേ. വന്നാട്ടെ വാനി. ചേട്ടാ ഡ്രൈവർ ചേട്ടാ വിളിക്കുന്ന കണ്ടില്ലേ? അതെ ഡ്രൈവർ ചേട്ടോ. ഡ്രൈവർ ഭയങ്കര ഓവറാട്ടോ. ഡ്രൈവർ ഭയങ്കര ഓവറാണെന്നോ? ഞാൻ എപ്പോഴാണ് ഡ്രൈവർ ആയത്? ഈ കാർ ഞാൻ തമ്മിൽ നല്ല രാശിയാ. നീ കാരണം ഞാൻ അനുഭവിക്കുന്ന പാട് ചില്ലറയല്ല. ഇരുന്നാട്ടെ, ഇരിക്കും മോനെ. ഇതിനു മുമ്പ് ഇത്രയും വലിയ വീട് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ചുറ്റിനും നോക്കുവാണല്ലോ. എടാ ഈ വീട് എന്താ അടിപൊളിയാണെന്ന് കണ്ടല്ലേ? നിങ്ങള് വീട് കാണാൻ വേണ്ടി വന്നോ അതോ പെണ്ണിനെ കാണാൻ വന്നോ? രണ്ടും കൂടെയാണ്. ആന്റി എങ്ങോട്ടോ സൂം ചെയ്യുന്നുണ്ടല്ലോ. ഓ ഇതാണോ? വിവരിച്ചു കൊടുത്തേക്കാം. നിങ്ങൾ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലായി. എല്ലാ ഫോട്ടോയിലും ജോഡി ജോഡിയായിട്ട് നിന്നിട്ട് അവസാനത്തെ ഫോട്ടോ ഒറ്റയ്ക്ക് നിൽക്കുന്നല്ലേ? അതല്ലേ? ഇപ്പൊ നിങ്ങൾ ഉള്ളിലോട്ട് വന്നപ്പോ മുഖം കാണിച്ചും കാണിക്കാതെ ഒരാൾ കാർ ഓടിച്ചോണ്ടിരുന്നില്ലേ? അതാണ് ഞങ്ങളുടെ മുതലാളി അമ്മയുടെ ഭർത്താവ്. അദ്ദേഹം എന്തിനാ കാറ് തുടയ്ക്കുന്നത്? അങ്ങനത്തെ കാര്യമല്ലേ ചെയ്തത്. കല്യാണത്തിന് മുമ്പ് തനിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ലെന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ചു. അന്ന് സംഭവിച്ച വിടവാ ഇന്ന് വരെ. എല്ലാരും എത്തിയല്ലോ. നമസ്കാരം. നമസ്കാരം. അകത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്താ സംസാരിച്ചോണ്ടിരുന്നത്? ഇല്ല, മുതലാളിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നീ എന്നെ പറ്റി സത്യമായിട്ട് മുതലാളി? മാഡം നമസ്കാരം. നമസ്കാരം. ഹലോ. ചായയും പലഹാരം എടുത്തിട്ട് എന്നോട് പറയൂ. ഒരു കാര്യം പറഞ്ഞേക്കാം. അയാൾക്ക് മകനുണ്ട് മകളുണ്ടെന്നും പറഞ്ഞ് എന്നോട് സെന്റിമെന്റ് സംസാരിക്കാൻ വരരുത്. എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടുമാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഇനി ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ജോലി വിട്ട് പോകേണ്ടി വരും. ക്ഷമിക്കണം, എനിക്ക് കള്ളം പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. അവരെ ഞാൻ ഒരു വഴിയാക്കി കളയും. എനിവേ, എന്റെ മോൾ ആഗ്രഹിക്കുന്നതെന്തും നിറവേറ്റുന്നതാണ്. ഒരു കാര്യം ചോദിക്കാൻ മറന്നോ? ഈ കാറിന്റെ കാര്യം നിങ്ങൾ വിഷമിക്കണ്ട. ഉള്ളതിൽ ഏറ്റവും കോസ്റ്റ്ലി കാർ തന്നെ മാഡം വാങ്ങിച്ചു തരും. അതല്ല, എന്റെ മോന് വേണ്ടി. ഉള്ളിൽ കാറിന് ആവശ്യമുള്ള ക്ലച്ച്, ബ്രേക്ക്, സ്റ്റിയറിംഗ്, കുഷൻ സീറ്റ്, 4 വീല് മൊത്തം കാറ്റ്, സ്റ്റെപ്നി നന്നായിട്ട് ഓടിച്ചാൽ മാത്രം മതി. ഞാൻ പൊങ്ങച്ചം പറയുന്നല്ല. കല്യാണത്തിന്റെ മുഴുവൻ ചെലവും
ഞങ്ങൾ നോക്കിക്കോളാം. പന്തലിടുന്ന തൊട്ട് ഫസ്റ്റ് നൈറ്റ് വരെയുള്ള എല്ലാ ചെലവും ചെയ്തോളൂ. സ്റ്റെപ്നി, നിങ്ങൾ ഇങ്ങ് വന്നാ മാത്രം മതി. എന്നാൽ സോറി മാഡം, അമ്പലത്തിലെ പൂജ കഴിഞ്ഞു വരാൻ കുറച്ച് വൈകി, ക്ഷമിക്കണം. പിന്നെ ചെറുക്കന്റെ വീട്ടുകാരൊക്കെ വന്നോ? ഓ, ഇയാളാണോ ചെറുക്കൻ? നമ്മുടെ കുടുംബത്തിൽ ചേരുന്ന നല്ലൊരു പയ്യനാകട്ടോ. എന്റെ മോളെ കൃത്യസമയത്ത് ആശുപത്രിയിലാക്കി. ഇന്ന് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതിന് കാരണം ഈ മോൻ തന്നെയാണ്. ആംബുലൻസ് ബഹുക്ഷേമമായി ഓടിച്ച് പ്രശസ്തി വാങ്ങി. അവിടെ സത്യത്തിൽ നടന്ന എന്താന്ന് വെച്ചാ, ഫ്രണ്ടിന്റെ കൂടെ വന്ന നമ്മുടെ ഹീറോ ഒരു സൈഡ് ഡോർ തുറക്കാൻ കഴിയാത്തതുകൊണ്ട് ഡ്രൈവറിന്റെ സീറ്റ് വഴി ഇറങ്ങേണ്ടതായി വന്നു. ഇത് കണ്ട നമ്മുടെ പൂജാരി നമ്മുടെ ഹീറോയാണ് അയാളുടെ മോളെ രക്ഷിച്ചെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. ആംബുലൻസ് ഓടിക്കുന്നവനാണോ? അങ്ങനെയെങ്കിൽ എന്റെ സ്ഥാനം ഇനി അടുക്കളപ്പുറത്ത് തന്നെ. കഷത്തിലുള്ളതും പോയി ഉത്തരത്തിലിരുന്ന് എടുക്കാനും പറ്റിയില്ല. എടാ, ആ പെണ്ണിനെ ചെന്ന് കണ്ട് നിനക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്നുള്ള സത്യം ചെന്ന് പറ. പോ അമ്മേ, ഒന്ന് പോടാ. അമ്മേ, അമ്മയൊന്നും സംസാരിച്ച തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എടാ, സ്വന്തം ഭർത്താവിനോടാ കാർ തുടയ്ക്കാൻ പറയുന്നത്. നാളെ എന്റെ മോനോട് ചൂലെടുത്ത് മുറ്റം മുഴുവനും അടിച്ചു വാരടാന്ന് പറയില്ലെന്നുള്ളതിന് എന്താ നിശ്ചയം? ശരിയാ അമ്മേ, പക്ഷെ കാർ ഓടിക്കാൻ കാർ പഠിക്കാന്ന് പറഞ്ഞ് പോയി എന്തെങ്കിലും സംഭവിച്ചാലോ? പോടാ. എനിക്ക് എന്റെ മോനെ ഏറ്റവും വലുത്. ഈ പെണ്ണല്ലെങ്കിൽ വേറൊരു പെണ്ണ്. നീ ചെന്ന് നിന്റെ പണി നോക്ക്. ഓ അമ്മേ, നിന്നോടും കൂടിയാ പറഞ്ഞോ? ഒന്ന് പറഞ്ഞു കൊടുക്കടാ. അവളാ ഫോൺ ചെയ്യുന്നത്. എടാ, രാത്രി മുഴുവൻ ബെല്ലടിച്ചോണ്ടിരിക്കുന്നു. ഒന്ന് ഫോൺ എടുക്കടാ. എടാ, എഴുന്നേക്കാനാ പറഞ്ഞത്. നിന്റെ കൂടെ എന്ന് കൂടിയോ അന്ന് പോയി ഉറക്കോ. ഭ്രാന്താവും. പറഞ്ഞിട്ട് ഒരു കാര്യം. എന്താ ശല്യമായത്. ഇഷ്ടം തന്നെ. എടി, നീ ഫോൺ ചെയ്ത ഉടനെ ഞാൻ എടുക്കണോ? വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ കേട്ടോ. ഇപ്പൊ നിന്റെ ഫോൺ എടുത്ത് ഞാൻ എന്താ പറയാൻ പോകുന്നത് കേട്ടോ. തുളസിയെ, അത് അത്യാവശ്യം ഒരു ജോലി ഉണ്ടായിരുന്നു. അത് അറിഞ്ഞോണ്ട് ചെയ്തല്ല, ഞാൻ തന്നെ വിളിക്കില്ലേ. അത് അത്യാവശ്യമായിട്ട് മധുര വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ വിളിക്കാഞ്ഞത്. നിന്നോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഒന്ന് ചുമരേ, കള്ളം പറയേണ്ട ആവശ്യം എന്തുവാ ഇപ്പൊ? എന്താ നോക്കടാ, മധുരയിലാന്ന് പറഞ്ഞ തുളസി. തുളസി എന്താ ഇവിടെ? തുളസിയോ ചെമ്പരത്തിയോ? എന്തിനാ കള്ളം പറയുന്നേ? എന്തിനാ അവോയ്ഡ് ചെയ്യുന്നേ? എന്റെ അമ്മ കല്യാണത്തിന് സമ്മതിച്ചത് നിനക്ക് നിസ്സാരമായി പോയോ? പറയടാ, എന്തിനാണ് നീ കള്ളം പറയുന്നേ? നിന്നോട് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞല്ലോ, എന്തിനാ അവോയ്ഡ് ചെയ്യുന്നേ? എടാ, ഒന്ന് പറഞ്ഞു കൊടുക്കടാ നീ. തുളസി, കാർ ഓടിക്കാൻ അറിയില്ലെന്നോ? അയ്യോ എന്റെ ഈശ്വരാ. തുളസി, എടാ, നീ ഇങ്ങനെ കാണിച്ചല്ലോ. ഞാൻ എന്റെ അമ്മയോട് എന്ത് മറുപടിയാ പറയണ്ടേ? എന്നെ പറയാൻ അനുവദിച്ചില്ലല്ലോ. നിങ്ങൾ തന്നെയല്ലേ തീരുമാനിച്ചു എനിക്ക് വണ്ടി ഓടിക്കാറില്ലെന്ന്. ഇപ്പൊ എന്താ? നിനക്ക് കാർ ഓടിക്കാൻ അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും കാർ ഓടിക്കാൻ പഠിക്കണം നീ. മനസ്സിലായോ? അവന്റെ ജാതകം ജോലിസ്യര്. അമ്മായി മിണ്ടരുത്. എന്തെങ്കിലും പണ്ടരടങ്ങ. അളിയാ, എല്ലാം മറന്നിട്ട് അളിയൻ രണ്ടെണ്ണം എടുത്ത് അടിച്ചേ. ആ മിച്ചറൊക്കെ എടുത്തങ്ങ് തിന്നെ. എടാ മച്ചു, നീ എത്തിയോ? എടാ മച്ചാനെ, കള്ളും ടച്ചിങ്സിനും മുറുക്കും ഒക്കെ ഉണ്ടല്ലോ. മിണ്ടാടാ, എന്റെ അളിയൻ സങ്കടത്തോടിരിക്കുന്നത് നീ കണ്ടില്ലേ? സങ്കടപ്പെട്ടിരിക്കുവാണെന്നോ? ആറ്റുതിരത്ത് കാറ്റ് കൊണ്ട് വെള്ളമടിക്കാന്ന് വിചാരിച്ചോ? ഒരു പ്രണയക്കാരന് വേണ്ടിയുള്ള വെള്ളമടിയാടാ ഇത്. മച്ചാനെ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് എന്തൊക്കെയോ സംഭവിച്ചു. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? കാറ് ഓടിക്കാൻ പഠിക്കണം, അതേ സമയത്ത് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാനും പാടില്ല. അത്രയല്ലേ ഉള്ളൂ. എന്താ ഇവൻ ഇങ്ങനെ ആലോചിക്കുന്നത്?
കറക്റ്റ് സ്ഥലത്താ വന്നേക്കുന്നത്. എല്ലാം ഇനി നമ്മുടെ ചേട്ടൻ നോക്കിക്കോളും. ആ ചേട്ടാ ചേട്ടാ ബിസിനസിന്റെ തിരക്കിലായിരുന്നു ചേട്ടാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം കാര്യമോ? നമുക്ക് അകത്ത് പോയി കുടിച്ചോണ്ട് സംസാരിക്കാം. ചേട്ടാ ഞാൻ ചായ കാപ്പി ഒന്നും കുടിക്കുന്നില്ല. ചായം കാപ്പിയോ? നീ എന്നെ കൊച്ചു പിള്ളേരെ പോലെ സംസാരിക്കുന്നേ. എന്റെ കുലദൈവത്തിന് പോലും കള്ള് മേടിച്ചു കൊടുത്തുള്ള പാരമ്പര്യ ഞങ്ങൾക്കുള്ള ടാങ്കാണ് ചേട്ടൻ, ടാങ്ക്. ചേട്ടാ ഈ കച്ചിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാ ചേട്ടാ. മോനെ ഇത് ടേസ്റ്റ് അല്ല മോനെ, എന്റെ ജീവിതത്തിൽ നടന്ന ട്വിസ്റ്റ് ആണ് മോനെ. ട്വിസ്റ്റ് എന്താണെന്ന് പറയാമോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങൾ എന്തിനാ വന്നേ? അവനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് ചേട്ടാ. അതെ, ഈ കോലം കണ്ടിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ചെയ്യാൻ കൊള്ള പോലെ ഉണ്ടല്ലോ. കാറൊന്ന് തന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രണയത്തെ ചേർത്ത് വെച്ചിരുന്നതിന്റെ പേരിൽ വരും കാലത്തിൽ കവിതകളിൽ ചേട്ടന്റെ പേരും വരും. മറീന ബീച്ചിൽ ചേട്ടന്റെ പേരിൽ ഒരു പ്രതിമയും വരും. അതെ സത്യമായിട്ടും. എന്താ പ്രതിമയോ? അളിയാ ഇപ്പൊ തന്നെ പ്രതിമയെ പോലെ ആയിരിക്കുന്നത്. നമുക്ക് അവിടെ കൊണ്ട് വെച്ചേക്കാം. എന്താ ചേട്ടാ ആലോചിക്കുന്നത്? ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ എന്നെ തേടി വന്നത്, അതുപോലെ 16-ാം തീയതി നിങ്ങൾ കാറുമായിട്ട് എന്നെ തേടി വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ ചുമ്മാ നീ ഇടങ്കോലിട്ട് സംസാരിക്കാതെ കാറും കൊണ്ട് നീ വന്നേ പറ്റൂ. അങ്ങനെ 16-ാം തീയതി എന്താ സംഭവം? വാ ഞാൻ പറയാം മോനെ. എന്റെ ജീവിതത്തില് സുനാമി വന്ന് അടിച്ചു കലക്കിയ ഒരു ദിവസമായിരുന്നത്. താലികെട്ട് കഴിഞ്ഞപ്പോ തന്നെ എന്റെ കെട്ടിയുള്ള പത്മിനിയെയും പിന്നെ ഒരു പത്മിനി കാറും എനിക്ക് സ്ത്രീധനമായിട്ട് തന്ന മോനെ. എനിക്ക് വണ്ടി ഒന്നും ഓടിക്കാൻ അറിയില്ല. അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറെ ഞാൻ വെച്ചു മോനെ. അവൻ സ്റ്റിയറിംഗ് കറക്കുന്നതിന് പകരം എന്റെ പെണ്ണുപിള്ളെ കറക്കിക്കൊണ്ട് പോയി പോലെ. അതുകൊണ്ട് എല്ലാ വർഷവും ഈ കാറ് പുതുക്കി പണിതുകൊണ്ടേയിരിക്കും. അവൾ ഓടിപ്പോയ 16-ാം തീയതി ഈ കാറ് ഞാന് അടിച്ചു പൊളിക്കും. ചേട്ടാ അതാരാ ചേട്ടാ? അത് വേറൊന്നുമല്ല, ഒരു ചൈനക്കാരൻ 10 വർഷം മുമ്പ് ഇവിടെ വന്ന് എന്റെ കഥയെല്ലാം കേട്ട് നാട്ടിൽ പോയി സിനിമ എടുത്ത് അവൻ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. എന്നാൽ വർഷം തോറും ഈ കാറ് തല്ലി പൊളിക്കാൻ ഞാൻ മറന്നിട്ടില്ല പോലെ. അതുകൊണ്ടാ 16-ാം തീയതി മിസ് ചെയ്തെന്ന് പറഞ്ഞത്. 16-ാം തീയതി കാർ ഇവിടെ വന്നില്ലെന്ന് വെച്ചോ, ഈ ഞാൻ തന്നെ അല്ലാതായി മാറും. ഞാനൊരു കൊലക്കൊമ്പനായി മാറും. ഇവന്മാർക്ക് ചേട്ടന്റെ വികാരം എന്താന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ചേട്ടാ. 15-ന് ശേഷം 16 വരുമോ ഇല്ലയോ, കാറ് തീർച്ചയായിട്ടും വരും ചേട്ടാ. എന്നെ രക്ഷിക്ക് ചേട്ടാ. സാറേ എന്തായി കാണിക്കുന്നേ? വണ്ടി ഓടിക്കുന്നു. ക്ലച്ചിലൂന്ന് കാലെടുത്താലേ വണ്ടി മൂവാകത്തുള്ളൂ. മരവണ്ട, കാലെടുത്തിട്ട് ഓടിക്കേ. എന്റെ അമ്മേ, ഓടുന്നുണ്ടോ? ഇപ്പൊ താഴെ കാണുന്നില്ലേ, അതാണ് ബ്രേക്ക്. എങ്ങോട്ടാടാ ഈ നോക്കുന്നത്? താഴെ നോക്കിട്ടാണോടാ വണ്ടി ഓടിക്കുന്നത്? എന്തോ വണ്ടി ഓടിക്കണോ അതോ വേണ്ടയോ? നിന്റെ കല്യാണം നടക്കണോ വേണ്ടയോ? എന്നാ മര്യാദയ്ക്ക് ഓടിക്കേ. ചാകാനുള്ള പോക്കാന്നാ തോന്നുന്നത്. ഇതോടിച്ച് പഠിച്ചിട്ട് ഇവരെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. അടിച്ച പൂസ് മാറാനാണ് ക്ലച്ച് ഔട്ടുന്നത്. എന്തിനാടാ ബ്രേക്ക് ചവിട്ടിയേ? ബ്രേക്ക് ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കി. ശരി, കലിപ്പ് വേണ്ട. പോങ്ങോട്ട്. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഒന്ന് പറ്റിക്കാണല്ലേ. തുളസിയുടെ അമ്മ. അമ്മയെ കണ്ണു തീർക്ക്. അമ്മയമ്മ എന്റെ കാര്യം അവസാനം. എടാ അളിയാ, ഈ പ്രശ്നം വലുതാകുന്നതിന് നീ സത്യം തുറന്നു പറഞ്ഞേര്, അതാ നല്ലത്. എടാ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും കേട്ടോ. ആരെ ഇവിടെ കാർ നിർത്തിയത്? ഡോക്ടർ വരുന്ന സമയം കാറെടുക്ക്. എടാ ആദ്യ കുന്ത അവിടെ കൊണ്ടിട്. ഉള്ള പ്രശ്നം പോരാഞ്ഞിട്ട് ഇതും കൂടെ നമ്മളെടുത്ത് പറയാൻ വന്നേക്കുന്നു. അളിയാ, നീ ആലോചിച്ച് ഫോൺ വിളിച്ച് പറ. എടാ ശരിയാവൂടാ, അതാടാ നല്ലത്. ഒന്നും പേടിക്കണ്ട. ഹലോ
എടാ എന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയി എമർജൻസി വാർഡിലാണ് ഉള്ളത്. തുളസി, ഞാൻ എടാ, എനിക്ക് പറയാം. ഭയങ്കര പേടിയാവും. അല്ല, നീ ഒന്ന് ഞാനൊന്ന് വരാമോ? ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നീ ഒന്ന് തുളസി, വാ. അല്ല അത് രേവതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഉമ്മയൊക്കെ പിന്നെ കൊടുക്കാം. നീ ആദ്യം വണ്ടി എടുക്കുക. നമുക്ക് ദേവി അമ്മയുടെ അച്ഛാ. എടാ നീ എന്നെ ഒന്ന് സംസാരിക്കാൻ ഫോൺ കട്ട് ചെയ്തേ. ഞാനോ അവൾ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. നമ്മളോട് ആശുപത്രിയിലേക്ക് ചെല്ലാൻ പറയുന്നു. എന്താ ചെയ്യുക? മച്ചാനെ കാർ സേഫാ, നമുക്ക് പോയേക്കാം. വാ. കാർ കോപ്പ് പോടാ അമ്മ. നീ അല്ല കാർ ഓടിക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ എഴുതൽ കെട്ടി വന്നത്. എല്ലാത്തിനും നീ ഒന്നും മിണ്ടണ്ട, എല്ലാം നീ കാരണം. നിങ്ങളല്ലേ രാജശ്രീ മേഡത്തിനെ അഡ്മിറ്റ് ചെയ്തത്? വരൂ, വാടാ, escape ആവാം. അങ്ങോട്ടല്ലേ പോകേണ്ടത്, ഇങ്ങോട്ട് വാ. അയ്യോ, മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ വാർഡിൽ ഡോക്ടർ പോയോ? ഈ വാർഡിൽ നിന്ന് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തോ? ഡോക്ടർ, ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാം ഡോക്ടർ. പണി പാളിയെന്നാ തോന്നുന്നു. എന്താ അവിടെ നോക്കി നിൽക്കുന്ന? വരൂ. മാഡം, ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് എന്താ ഉണ്ടായതെന്നൊന്ന് ഓർത്തു പറയുമായിരുന്നെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. അകത്തേക്ക് വരൂ. സാറേ, രാവിലെ തന്നെ തുടങ്ങിയോ? ഞങ്ങളെ ഞങ്ങളുടെ ജോലി ഒന്ന് ചെയ്യാൻ അനുവദിക്കൂ സാറേ. ഇതും ജോലിയാണ്. നിങ്ങൾ പറയൂ മാഡം. നല്ലപോലെ ഒന്ന് ആലോചിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരെയും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അത് ഒരു പഴയ പദ്മിനി കാർ. നല്ല ഓർമ്മയുണ്ടല്ലോ അവർക്ക്. അല്ല, ഇവര് 3 പേരും ആരാ? അവരാണ് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്. മരുമോനെ, അമ്മേ. മോനാണോ എന്നെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കിയത്? ഇടിച്ചത് അവൻ തന്നല്ലേ? വളരെ നന്ദി. മരുമോനോ? അതെ, ഇവനാ എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഹലോ സർ. കൊള്ളാമല്ലോ. മാഡത്തിന്റെ മരുമകൻ തന്നെ ആശുപത്രി കൊണ്ടാക്കിയല്ലോ. എനിവേ, ഓൾ ദ ബെസ്റ്റ്. വളരെ നന്ദിയുണ്ട് സർ. മേഡം, മേഡത്തെ ഈ പരിവാക്കിയവനെ എന്റെ കിട്ടിയാൽ അവനെ അകത്താക്കി ഇടിച്ച് പഞ്ചറാക്കി അവന്റെ കൊള്ളമാല ഞാൻ പുറത്തെടുക്കും. പറഞ്ഞേക്കാം. എനിക്ക് ഓമാര് 3 പേരെ സംശയമുണ്ട് സാറേ. ഞാൻ നോക്കിക്കോളാം. മേഡം, മേഡം കിടന്നുറങ്ങ്. ഞാൻ പോയിട്ട് പിന്നെ വരാം. പോയടാ തലവേദന കേസ്. അല്ല, ആ അപകടം ഉണ്ടായ സ്ഥലത്ത് നിങ്ങൾ 3 പേര് മാത്രമല്ലേ ഉണ്ടായിരുന്നത്? അല്ല സർ, ഇയാൾ അടിത്തറ മാന്തിട്ടേ പോകൂ. അമ്മേ, അമ്മേ, എന്തു പറ്റി അമ്മേ? എനിക്ക് ഒരു കുഴപ്പമില്ലടാ, ഒന്നുമില്ല. മോന എന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്. ദേവാ, നീ എപ്പോഴാ ഇവിടെ വന്നേ? അവനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് മോളെ. ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞതേ ഇല്ലല്ലോ. മേഡം, അയ്യോ എന്റെ മേഡത്തിന്, അയ്യോ ഈ കാലിട്ടിരിക്കുന്ന കെട്ട് കണ്ടില്ലേ? അയ്യോ എന്ത് പറ്റി മേഡം? മേഡം ആരാണ് ചെയ്തത്? എവിടെ വെച്ചാണ് ചെയ്തത്? എങ്ങനെ ചെയ്തത്? പറ മേഡം. ഇന്ന് അവന്മാരുടെ കുടലിൽ ഞാൻ കുത്തി. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മേഡം, നീ എന്താ അഭിനയം പഠിച്ചിട്ട് വന്നിരിക്കുകയാണോ? വേണ്ടി പോകരുത്. ഫോൺ റിംഗ് ടോൺ ആണ് സാർ. അതാദ്യം നിർത്തണം. ഓഫ് ചെയ്തു. അല്ല, ഇവരെന്താ ഇവിടെ? ശരിയാണല്ലോ മോനെ. നിങ്ങൾ എങ്ങനെ ഇവിടെ? അയാളാ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ. ഓ, ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ആക്സിഡന്റ് ആകാതെ ഇവിടെ കൊണ്ടുവരായിരുന്നല്ലോ. അല്ല, അതിരിക്കട്ടെ മോനെ, നിങ്ങൾ എങ്ങനെ ഈ ആക്സിഡന്റ് ആയ സ്ഥലത്തെത്തിയത്? അത് കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നോക്കുമ്പോ ആക്സിഡന്റ്. ആരാ എന്താന്ന് പോയി നോക്കുമ്പോ എന്റെ അമ്മ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നില്ല. ഞാൻ നീ കരാത്തെ ക്ലാസ്സിന് പോകുന്നുണ്ടോ? മച്ചാനെ കരാട്ടെ, കുംഫു, കളരി, മറ്റേ രസം, ആ രസം, ഈ രസം എല്ലാം അറിയാം. ആയോധനകളെ ലോകത്തിൽ ഇനിയും ബാക്കിയുണ്ടല്ലോ. എല്ലാ പേരോട് പറ. ആളെ കണ്ട അങ്ങനെ തോന്നില്ല. ആളിനെ കണ്ട മനസ്സിലാവില്ല. അടി വാങ്ങുന്നവനോട് ചോദിക്കണം കാര്യം എന്താ. ഇടി വാങ്ങിക്കുന്ന ആളോട് ചോദിച്ചാലും പറയൂ. നിക്ക് സമാനപ്പെടെ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ താകാൻ പറ്റില്ല അവന്. ഈ അഭിനയം കുറച്ച് ഓവറല്ലേ? ചന്തയാണോ? ഓ, അപ്പൊ ഇത് ആശുപത്രി അല്ലായിരുന്നു? ആദ്യം എല്ലാരും പുറത്തു പോണം. എല്ലാരും പുറത്തു. നിന്നോടാണ് അവര് പറഞ്ഞത്. ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? മുതലാളി വരുന്നില്ലേ? മിണ്ടോ, നടക്കണം. ഒരു മീറ്റിംഗ് കൊടുത്തു തന്നേ. മോളാണോ മരുന്നൊക്കെ കൊടുക്കാൻ പോകുന്നത്? എന്താണെങ്കിലും ഇഞ്ചക്ഷൻ കൊടുത്താൽ മാത്രം മതി. ഗുളിക കൊടുക്കുകയും ചെയ്യരുത്. അറിയാതെങ്ങനെ വിഴുങ്ങിയിട്ട് ഇത്രയും വലിയ ഗുളികയായിരുന്നു പറയിപ്പിക്കല്ലേ. എന്തിനാ താങ്ക്സ്? അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചേർത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ. മനുഷ്യനോട് മറ്റുപിടിച്ചിരിക്കുമ്പോൾ അവനോട് കിന്നരിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നേ. അളിയാ, വടങ്ങാമുടിയാ വിളിക്കുന്നേ. വടങ്ങാമുടിയോ? അയ്യോ, ആ മൊട്ടത്തല ഫോൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ മരമണ്ടയ്ക്ക് മനസ്സിലാകത്തില്ല. എന്തെങ്കിലും പറഞ്ഞു നോക്കാം. ബോക്സിങ്, ജൂഡോ, ലോങ് ജമ്പ്, ഹൈ ജമ്പ് എല്ലാം പഠിപ്പിച്ചാൽ കേട്ടോ. കല്യാണത്തിന് ശേഷം എന്റെ അടുത്ത് പ്രയോഗിക്കല്ലേ കേട്ടോ.
ലോകത്തെവിടെ പോയാലും ഇങ്ങനെ ഒരു ജോഡിയെ കാണാനേ പറ്റത്തില്ല. റൗഡിയെ പൊള്ളിക്കുന്ന ഇവനാണോ അവള് ജോലിയാവുന്നത്? നീ വിലക്ക് നിന്ന് ഫോൺ ചെയ്ത്. ഹലോ ഹായ് ഡോഡ്. ഹായ് ഡ്യൂഡ്. എന്താ അൺനോൺ നമ്പറിലൊന്നും വിളിക്കുന്നത്? നമ്പർ അങ്ങനെ ഇരുന്നാലും നീ എന്റെ ചങ്ങാതിയിലട മോനെ. നമ്മൾ ചങ്ങാതികൾ തന്നല്ലേ. അത് വേറൊന്നുമല്ല മോനെ, എന്റെ കാറ് പോയതിനു ശേഷം ഇക്കള് നിൽക്കാതെ വന്നോണ്ടിരിക്കുകയാണ് മോനെ. ചിലപ്പോ ആ കാറൊന്ന് കണ്ട ഇതങ്ങ് മാറിക്കോളും. അതെന്റെ കെട്ടിയോളാണ് മോനെ. ചേട്ടാ, അത് ചേട്ടന് മാത്രമാണോ കെട്ടിയോള്? നമ്മൾ എല്ലാവർക്കും കെട്ടിയോളാണ് ചേട്ടാ. തെറ്റിദ്ധരിക്കല്ലേ ചേട്ടാ, ഇപ്പൊ വിക്കല് നിന്നില്ലേ? നിന്നു മോനെ, വളരെ നന്ദി ഉണ്ടടാ മോനെ. ഞാൻ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓർത്ത് കാറിനെ കെട്ടിപ്പിടിച്ചാണ് കിടന്ന് തുടങ്ങുന്നത്. വണ്ടി ഓടിക്കുന്ന നേരം നാല് ചവിട്ടി ഞാൻ ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ചേട്ടൻ ഷെയർ ചെയ്തില്ലേ? ഞാനതങ്ങ് ലൈക്ക് ചെയ്യുക. നന്ദി മോനെ. ഹലോ, ഡോണിന് സംസാരിക്കണോന്ന്. ഡോണോ? ഏത് ഡോൺ? മലയാളി സ്പീക്കറിലിട്ടു. വില്ലങ്കം നിർത്തണം, എല്ലാം തടഞ്ഞു നിർത്തണം. നിർത്താൻ പറ്റില്ല. പൈപ്പ് പൊട്ടിയ പോലെയാ പോയിക്കൊണ്ടിരിക്കുന്നേ. ഇത് കണ്ട ഡോക്ടർ തന്നെ ക്ഷീണിച്ച് പേടിച്ചിരിക്കുക. ഇവൻ പോകുന്നുണ്ട്, ഡോക്ടർ എന്തിനാ ടയർഡാവുന്നത്? ഒരുപക്ഷെ ഇവൻ ചിലപ്പോ കക്കൂസിലായിരുന്നായിരിക്കാം. ഡോൺ, നിങ്ങൾ എന്തിനെ കുറിച്ചായി പറയുന്നേ? നീ എന്തിനെ പറ്റിയാ പറയുന്നേ? ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയാ പറയുന്നേ. ഇവിടെ ജീവിതം പൊക്കിടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ദുഃഖകഥ എന്ന് എനിക്ക് വേണം, ഞാൻ എന്റെ സ്വന്തം കഥയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. തെരുവി കിടക്കുന്ന ഒരുത്തിന് എന്റെ മരുമനായി വരാൻ പോവാ. അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. അവൻ നിന്റെ നാട്ടുകാരനാ. എന്റെ നാട്ടുകാരനോ? ആര്? ദേവ. ദേവാ! നീ എന്താ പൃഥ്വിരാജിനെ പോലെ റിയാക്ഷൻ കൊടുക്കുന്നത്? അനക്കാതെ പിടിക്കുക, എന്റെ തല ഡോൺ. ഞാനും അവനും തമ്മിൽ എപ്പോഴും കീരിയും പാമ്പും പോലെയാ. ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. അവനെ ഞാൻ തീർത്തോളാം. എന്താന്ന് വെച്ചാ ചെയ്യേ. സാത്തുക്കുടി ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെ? ആദ്യം നന്നായിട്ട് പിഴിയുക. മച്ചനെ അങ്ങനെ പിഴിയരുത്, ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി പിഴിയണം, മനസ്സിലായോ? അപ്പൊ ഒത്തിരി ജ്യൂസ് വരും. അയ്യോ, ഇതെന്താണ് ഈ ഒരു ഗതിയിൽ ഞാൻ കാണേണ്ട അവസ്ഥ വന്നല്ലോ ദൈവമേ. നടക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ഏത് പിശാശാണോ വന്ന് നിങ്ങളെ വണ്ടി കയറ്റി? ഈ സമയത്ത് എങ്ങാനും എന്റെ മോൻ അടുത്തുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നോക്കി നടത്തിയേനെ. അറിയാതെ തന്നെ അവൻ ചെയ്ത സഹായം കൊണ്ട് അവനെ ഞാൻ മുഴുവനായും മനസ്സിലാക്കി കഴിഞ്ഞു. നല്ലതുപോലെ മനസ്സിലാക്കിയല്ലോ അല്ലേ? എനിക്ക് സന്തോഷായിപ്പോയി. ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒന്നും അറിയാത്തതാണെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കിയാൽ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, നേരത്തെ ഇതൊക്കെ എന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഞാൻ എന്തു പറയണമെന്ന് വിഷമിച്ച് ഒന്നും മനസ്സിലാകാതെ പോയേനെ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് ആക്സിഡന്റ് ആയത് മുതൽ എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് എന്റെ കൂടെ തന്നെ നിന്ന് മോൻ എന്നെ എങ്ങനെയെല്ലാം നോക്കുന്നുണ്ടെന്നറിയോ? അമ്മേ, അമ്മ അമ്മ അമ്മക്കല്ലേ? എടാ, ആ മരുന്നൊന്നെടുത്ത് എന്റെ കഴുത്തുളുക്കി വേഗമാട്ടെ. ഞാനിവിടെ ഉള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ല, അമ്മ സംസാരിക്കുന്നത് അമ്മായിക്കും അറിയില്ല. അമ്മേ, ഡോക്ടർ അമ്മയോട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ശല്യം ചെയ്യുന്നത് തെറ്റല്ലേ അമ്മേ? നമുക്ക് പോകാം അമ്മേ. മരുമോനെ, എന്താ ജ്യൂസ്? ഞാൻ പിഴിഞ്ഞതാ കേട്ടോ. മോൻ എന്നോട് എന്ത് സ്നേഹാന്ന്. എന്നെ എത്ര സ്നേഹത്തോടെ നോക്കിയെന്നറിയോ? അമ്മായിയുടെ ഡയലോഗ് കണ്ടോ? മോനെ വാ അമ്മേ. പെറ്റ തള്ളക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറ്റില്ല, അമ്മായി ജ്യൂസ്. എങ്ങനെയെങ്കിലും നടക്കാൻ പോകുന്ന കല്യാണം വെറുതെ ഇല്ലാതാക്കരുത്. അമ്മയോട് ഇങ്ങോട്ട് ആരാ പറഞ്ഞേ? ഓ, ബുദ്ധിമതി എത്തിയോ? അയ്യോ ഈശ്വര, ജ്യൂസ് ഉണ്ടാകത്ത, അങ്ങോട്ട് ചെന്ന് കുടിക്കാം. നമസ്കാരം. മലയാളി മാഡം വന്നു, വേഗം കൊണ്ടൊന്ന് ചുറ്റി. എന്തൊരു ചുറ്റ, പുലിയെ പോലെ ഉണ്ടായിരുന്ന മാഡം പൂച്ചയെ പോലെ ആയല്ലോ. എന്തു വലിയ കുമ്പളങ്ങയായിരുന്നു കണ്ടിട്ട് എന്റെ നെഞ്ച് കത്തുവാ. സാമ്പാറിനകത്ത് ഇത്രയും ചെറിയ കുമ്പളങ്ങ കഷ്ണം ചോദിച്ചപ്പോ തരില്ലെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞവളാ. മോലാളിക്ക് തരില്ലെന്ന് പറഞ്ഞു. ചോദിച്ചാൽ ചോറിനകത്തോളം വിഷം വെച്ച് തരും. നിനക്ക് തന്നെ. എനിക്കെന്തിനാ തരുന്നേ? അകത്ത് പോയി എന്താ നടക്കുന്നത് നോക്കിട്ട് വരാം.
കാർ ഓടിക്കരുന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. കാലൊടിഞ്ഞിട്ട് അവക്ക് ബുദ്ധി ഉണ്ടായില്ല. പറന്നല്ലേ പോകുന്നത്. ഓടി പോ. 2, 5, ഇതെന്തോ ഈ 7 പറയുന്നത്? ഗുരുവിന്റെ ബലം നന്നായിട്ടുണ്ട്. 4 കബഡി മലന്ന് കിടക്കുന്നു, 4 കബഡി കമന്ന് കിടക്കുന്നു. ഇത് വെച്ച് ഇയാൾ എന്ത് പറയാൻ പോവാ? വിവാഹം സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെടും എന്ന് പറയാറുണ്ട്. ചെറുക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ബഹുകേമമായിട്ടുണ്ട്. പഴനിമല മുരുകന് ഹരോഹര. മുരുക നല്ല ബുദ്ധി പകർന്നു കൊടുക്കണേ. എടാ, നീയായിരുന്നു ഇവരൊക്കെ എപ്പോഴാ ദൈവത്തിന്റെ ആളായേ? ഇവരൊക്കെയാണ് ആദ്യം വീട്ടിൽ നിന്ന് ഓടിക്കേണ്ടത്. ചത്ത ശവത്തിന് മണം പോലെയുണ്ട്. അടുത്ത മുഹൂർത്തത്തിൽ രണ്ടുപേരുടെയും കല്യാണം നടത്തി കഴിഞ്ഞാൽ എല്ലാം ഗംഭീരമായി നടക്കും. കണ്ടോ? ഇയാള് ഫസ്റ്റ് നൈറ്റ് എല്ലാം ഏർപ്പാട് ചെയ്യുമെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ തന്നെ മുതലാളിയോട് പോയി എല്ലാ കാര്യങ്ങളും പറയണം. കണ്ടോ? മരുമോൻ വരുന്ന കണ്ടോ? എന്തൊരു കോലം പോനെ ഇത്. ഇങ്ങനെ സംഭവിച്ച ഈ ആക്സിഡന്റ് പോലെ നമ്മുടെ കുടുംബത്തിൽ ഇനി ആർക്കും സോറി അളിയ, നമ്മുടെ കുടുംബത്തിൽ ഇനി ഇങ്ങനെ സംഭവിക്കരുതെന്ന് വിചാരിച്ച് ഷൂലൊക്കെ കുത്തി പളനിക്ക് പോയി നേർച്ചയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് നടന്ന് ആന്റിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇവൻ. സാറേ, എന്താ സിസ്റ്റർ, ഇഞ്ചക്ഷൻ ആണോ? എന്റെ ഭാര്യ ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തതേ ഉള്ളൂ. മോളി ചെല്ലേ. അതല്ല സാറേ. മുതലാളി കാലാടിക്കൊണ്ടിരിക്കുകയാണോ? അകത്തെന്താ സംഭവിക്കുന്നറിയോ? അവിടെ കല്യാണം ഫിക്സ് ആയി. ഞാൻ എന്ത് പറയാനാ? അത് ശരി. ഇപ്പൊ ഉടച്ചളഞ്ഞ കുമ്പളങ്ങയല്ലേ അത് ഉരുണ്ട് വന്നിരിക്കുക. നീ ആദ്യം അയാളെ ഫോൺ ചെയ്യേ. നീ ഒന്ന് ചുമ്മാ ഇരിക്കും മോളെ. വെറുതെ പെട്ടെന്ന് വിളിക്കും. മുതലാളിക്ക് സംസാരിക്കണോ? ഹലോ വില്ലങ്കം, നിങ്ങളുടെ പ്രോസസ്സാ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോസസ് ചെയ്യുന്നോ? നിന്റെ പ്രോസസ് കഴിയുമ്പോ ഇവിടെ പ്രസവം നടക്കുന്ന തോന്നുന്നത്. അപ്പോഴത്തേക്കോ? എടാ വില്ലങ്കം, പണി പഠിപ്പിച്ചെന്ന് ആശാനായിട്ട് തന്നെ പണിയല്ലേ? എന്റെ വാക്കായിരിക്കും ഡോൺ. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കറുത്ത ആടിനെ ഞാൻ അയച്ചിട്ടുണ്ട്. കറുത്ത ആടിനെ വിട്ടെന്നോ? അത് കറുത്ത ആടാണെന്ന് പറയാൻ പറ്റില്ല. കണ്ട ഒരു പശുക്കുട്ടിയെ പോലെ ഉണ്ടാവും. നോക്കിയേ. സാറേ, ഞാനാ പറഞ്ഞ ആള് സാറേ. നീയാണോ അവൻ പറഞ്ഞ കറുപ്പാട്? പക്ഷെ കണ്ടിട്ട് വെള്ളയാണല്ലോ. നിന്റെ ആട് വന്നിട്ടുണ്ട്. ഓക്കേ. അതെ, ഇത് ആദ്യം അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. സാറതിന് പറയാൻ അനുവദിച്ചില്ലല്ലോ. ഇനിയും ലേറ്റ് ആയിട്ടില്ല, പെട്ടെന്ന് അകത്തോട് ചെല്ല്. എങ്ങോട്ടായി പോകുന്നത്? വേണ്ട, വെറുതെ കിടന്ന് തുള്ളണ്ട. അവളെ കണ്ടില്ലേ, ആളറിഞ്ഞ് പെരുമാറണം. ആ ഉടഞ്ഞു പോയ മത്തങ്ങയുടെ ഗതിയാവണ്ട. ഭക്തിയോടെ പ്രസാദം വായിച്ചോളൂ അമ്മേ. ഹരഹരോ ഹര. അത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദമാണ്. അവർക്കത് പോയിസനാണ്. വേറെ 100 ഗ്രാം പഞ്ചാമൃതത്തിൽ എത്രയധികം കലോറീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? അത് മുഴുവനും കഴിച്ചു കഴിഞ്ഞാലേ അവർക്ക് നടക്കാൻ ഒക്കില്ല. പിന്നെ കാല് കണ്ടിച്ച് കളയേണ്ടി വരും. അവള് നഴ്സിംഗ് കോഴ്സ് പഠിച്ചാണോ അഭിനയത്തിന്റെ കോഴ്സ് പഠിച്ചതാണോ? അത് മാത്രല്ല, അവരെപ്പോഴൊക്കെ എന്തൊക്കെ കഴിക്കണമെന്നുള്ള ലിസ്റ്റ് ഡോക്ടർ എന്റെ കയ്യിലാണ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? സിനിമയും സീരിയലും ഒരുപാട് കാണുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. നല്ല ഡയലോഗ് ഒക്കെ പറയുന്നുണ്ടല്ലേ? മാഡം, നിങ്ങൾ എന്നെ കുറിച്ച് ഒന്നും വിചാരിക്കല്ലേ. നിങ്ങൾ എന്നെ ഒരു നേഴ്സായിട്ട് കണക്കാക്കാം. പക്ഷെ ഞാൻ നിങ്ങളെ എന്റെ അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. സെന്റിമെന്റ്സ് അത് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നിന്നെ ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് അവസാനമായിരിക്കട്ടെ. ഇനി ഒരിക്കലും ഇതുപോലെ ബിഹേവ് ചെയ്യരുത്. നിക്ക് മുതലാളി, ഞാനൊന്ന് കാണട്ടെ. മോനെ, ഇതൊന്നും കേട്ട് മോൻ തെറ്റിദ്ധരിക്കരുത്. പശുവിനൊക്കെ ഒരു ടോയ്ലറ്റ് കെട്ടി വെക്കരുതോ? മിറ്റത്തെ ചാണകം ഇട്ടേക്കുന്നത്. അതൊന്നും ചോദിച്ചോട്ടെ. പുറത്തുള്ള ചാണകം കൊണ്ട് ദിവസം വീടൊക്കെ മെഴുകുമെന്ന് തോന്നുന്നല്ലോ. അതല്ല, ഞങ്ങള് ദിവസം ഇങ്ങനെയാ ചെയ്യുന്നത്. മഹാലക്ഷ്മി തന്നെ വരാൻ പോകുന്നു എന്നർത്ഥം. അതെ, പറഞ്ഞത് വാസ്തവാണ്. ഇങ്ങോട്ടിരുന്നട്ടെ. ഈ പായ് വിരിക്കുന്ന ശീലമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾക്ക് തലയണായിട്ടായിരുന്നു ഞങ്ങൾ കിടക്കായിരുന്നു. സോഫയൊന്നും ഇല്ല നിങ്ങളുടെ വീട്ടിൽ? എന്താ സ്റ്റെപ്നി മാഡം, സോഫയില് ഇരിക്കൂന്നുണ്ടോ? ഇല്ല, നിർബന്ധമില്ല. പായിലൊന്നും ഇരിക്കില്ല അല്ലേ? ഒരു തറയിൽ പോലും ഞാൻ ഇരിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇപ്പൊ നോക്കിയോ, എന്തൊരു ചൂടാ ഇത്. ഇവിടെ AC ഒന്നും ഇല്ലേ? AC ഒക്കെ ഒരു ജോലിയും കൂലി ഇല്ലാത്തവന്മാരിട്ട് സൂഹിക്കുന്നതാ. ഞങ്ങൾ ഇങ്ങനെ പ്രകൃതിയുടെ കാറ്റും കൊണ്ടൊക്കെ ജീവിക്കുന്നവരാ. നിങ്ങൾ പറഞ്ഞതാണ് ശരി. എല്ലാ സാഹചര്യത്തിലും ജീവിക്കാൻ ശീലിക്കണം. അതല്ല, പിന്നെ ഈ ഓടൊക്കെ മഴ പെയ്താ ചോരുമായിരിക്കും അല്ലേ? ഒഴുകുന്ന ശബ്ദം കേൾക്കാൻ എന്ത് സുഖാണെന്നറിയോ? വീടിനുള്ളിൽ കൊട പിടിച്ചിരിക്കുമെന്നാ തോന്നുന്നത്. അത് പിന്നെ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് കാണില്ലായിരുന്നോ? എന്തിനാ ബുദ്ധിമുട്ടി? ഇതിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? എന്തൊക്കെയാണെങ്കിലും മോൾ എന്റേതല്ലേ.
എന്റെ മോള് ജീവിക്കാൻ പോകുന്ന വീട് എങ്ങനെയുണ്ടെന്ന് എനിക്കും കാണണ്ടേ. ഞങ്ങളുടെ വീട്ടിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാ. എന്നാൽ സ്നേഹത്തിനും ബഹുമാനത്തിനും ഒക്കെ ഒട്ടും കുറവില്ല കേട്ടോ. അതുകൊണ്ടാണ് എന്റെ മോളെ നിങ്ങൾക്ക് തന്നെ തരുന്നത്. എനിക്ക് എന്തായാലും തൃപ്തിയായി കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. ഇനി എന്ന് കാണാം. കല്യാണം കഴിഞ്ഞ പിന്നെ എപ്പോഴും വരാമല്ലോ. അങ്ങനെ ആയിക്കോട്ടെ. എപ്പോഴും വന്ന് കാണാൻ ഇതെന്തോ താജ്മഹലോ? 4 വീടും 4 സൈഡിലും പൊട്ടിയ ഓടും. മുതലാളി, എന്നാ ഞാനും ഇറങ്ങട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. സൂക്ഷിച്ച്. നിങ്ങളുടെ ഈ വീടും നിങ്ങളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ കല്യാണം കഴിയുന്നത് വരെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്നാ എന്റെ ഒരു ആഗ്രഹം. അത് പിന്നെ മറുത്തൊന്നും പറയരുത്. നിങ്ങൾ വരും, അത്രയുള്ളൂ. എന്തെങ്കിലും പറഞ്ഞൊന്ന് ഒഴിവാക്ക്. ഹലോ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ തന്നെ വ്യക്തമല്ല. ഹലോ മാത്രം കേൾക്കുന്നുണ്ട്. അല്ല, താനാരാ? താനെന്തിനാ എന്റെ ഫോണിട്ട് വിളിക്കുന്നേ? മോനെ, മനോഹരമായ ശബ്ദം മനസ്സിലായില്ലോ. തന്നെ അറിയില്ലെന്ന് പറയുന്നു. പിന്നെയാണോ തന്റെ ശബ്ദത്തെ പറ്റി ചോദിക്കുന്നത്? ഓ ചേട്ടാ, ചേട്ടനായിരുന്നു. സോറി ചേട്ടാ, അങ്ങനെ പറയുന്നു വിചാരിച്ചോ? എടാ വടങ്ങാമുടി, പെട്ടെന്ന് കാര്യം പറഞ്ഞിട്ട് ഫോൺ വെക്ക്. എന്റെ കാറ് കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല മോനെ. അപ്പൊ ഒരു കാര്യം ചെയ്, നേരെ ഹൈവേക്ക് വെച്ച് പിടിക്ക്. പലതരത്തിലുള്ള കാറുകൾ വരും, പോയി കണ്ടോണ്ടാ. നീ എന്നെ ദേഷ്യം പഠിപ്പിക്കാൻ നോക്കുവാണല്ലേ? എടോ, തന്നോടൊന്നും സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ദേഷ്യപ്പെട്ടിട്ട് താൻ എന്ത് ചെയ്യുന്ന? നീ സിംഹത്തിന്റെ വാലെ പിടിച്ചാടാ വലിച്ചേക്കുന്നത്. എടാ, നീ പുലി, കടുവ, ആന എല്ലാത്തിന്റെയും വാലെ പിടിച്ച് വലിച്ചടാ. വെക്കടാ ഫോൺ. എന്താ ചെയ്യാൻ പോകുന്ന മുതലാളി? ഇതെന്തോ ഉരുട്ടുവിട്ട ഉരുളക്കിഴങ്ങിന്റെ ഓടി വരുന്നേ. അതെ, എവിടെയാ അവള്? അല്പസമയം കൂടി കഴിഞ്ഞാൽ നിശ്ചയം നടക്കും. പിന്നെ എന്താ സംഭവിക്കാന്നറിയാലോ? കല്യാണം. ഫോൺ വിളിക്കണം. ഒരു മിനിറ്റ് സാറേ. ഡോൺ, നിങ്ങൾ എവിടെയാ? സാറ് ചോദിക്കുന്നു. ഡോണിന്റെ അടുത്ത് തന്നെയുണ്ട്. എല്ലാം ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. നേരാ, എന്റെ ബോസിന്റെ ബുദ്ധി വളരാൻ തുടങ്ങി. സദാം ഹുസൈന്റെ ലെഫ്റ്റ് തലച്ചോറും ബിൻ ലാഡന്റെ റൈറ്റ് തലച്ചോറും ചേർന്നാണ് ഞങ്ങളുടെ ഡോണിന്റെ തലച്ചോറ്. തന്നെ തലച്ചോറൊന്നും പ്രവർത്തിക്കുന്നില്ലേ? എന്റെ പ്രോജക്ടിന്റെ പേര് BCA. ബി വാതിൽക്കൽ നിൽക്കും. അപ്പൊ സിയെ തെരുവിൽ നിർത്തിയിരിക്കുകയാണോ? എക്സാക്ട്ലി. അവനെ കൈയോടെ പൊക്കിയെടുത്തോണ്ട് പോകും. ഇതാണ് നിന്റെ അലേക്ക. കാശ് മേടിച്ച് വെള്ളമൊടിച്ച് അലമ്പാക്കി. സി തുടക്കത്തിലെ ഔട്ടായി. ബി ഉണ്ടല്ലോ, ഈ നിശ്ചയം എന്ത് വില കൊടുത്തും നടത്തിയിരിക്കും. എന്ത് വില കൊടുത്തും ഞാനിത് മുടക്കും. പറഞ്ഞിട്ട് ബി. മുതലാളി, നമുക്കൊരു വരവേൽപ്പ് കൊടുത്താൽ. വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യ മാറ്റാ. ഓക്കേ. വെറുതെ ഇങ്ങനെ ഇരുന്ന എങ്ങനാ? എന്തായാലും പറ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ പെണ്ണിനെ കാണുന്നില്ലല്ലോ. പെണ്ണിനെ കാണുന്നില്ലേ? വില്ലങ്കം പണി. മേഡം, കുഞ്ഞിനോട് വരാൻ പറ. വരുന്നത് തുളസി, അവള് നേട്ട വരുന്നു. ഇതാണോ പ്ലാൻ ബി? ശുഭയോഗം കൂടിയ ശുഭദിനത്തിൽ കാലാകാലങ്ങളായി കാറുകാരുടെ കുടുംബമെന്നറിയപ്പെടുന്ന ശ്രീമതി രാജേശ്വരി കാർമേഘത്തിന്റെ പുത്രി തുളസിക്കും പളനിയപ്പൻ മാരിയമ്മാൾ മകളായ വളർമതി തുളസിരാമന്റെ പുത്രൻ ബഹുമിടുക്കനായ ദേവനും തമ്മിൽ ഇരു കൂട്ടരുടെയും പൂർണ്ണ സമ്മതത്തോടെ വിവാഹം ആലോചിച്ച് ഇന്നേ ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. മാത്രമല്ല, മതി, ഇവിടെ എല്ലാവർക്കും സമ്മതം. എനിക്ക് സമ്മതമല്ല. എന്റെ മോൾക്ക് ഞാൻ എന്തൊക്കെ കൊടുക്കുമെന്ന് ഈ സഭയിൽ പറഞ്ഞ് പൊങ്ങച്ചം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരുമേനി, എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല. മേഡം, ആഭരണം ഇതാ. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ രീതി അനുസരിച്ച് ഞങ്ങളുടെ പാരമ്പര്യ ഹാരമാണ്. ഈ ഹാരം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. മണവാളൻ വന്നില്ലേ, മണവാട്ടി പെണ്ണല്ലേ, അഴകിൻ അഴകിൻ അഴകോ നിന്മാരൻ വന്നല്ലോ, നീ എന്റെ മിന്നിലാ.
വഞ്ചിക്കയിൽ പൂശി പെണ്ണും വന്നില്ലേ ഇരുളായാൽ നാണം പൂത്തേ തേനിൽ നീരാടും മനം പോലെ മാംഗല്യം വന്നേ നിനക്ക് മനം പോലെ മാംഗല്യം വന്നേ ചെമ്പകരാവിൽ കുളിർന്നിക്കി ഹേ ചന്ദ്രിക പോലും നാണിച്ചേ ചെമ്പകരാവിൽ കുളിർന്നിക്കി ഹേ ചന്ദ്രിക പോലും നാണിച്ചേ കൊട്ടാരത്തിൽ കൊട്ടും മേളം തപ്പും കൂരവേ ഈ കൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ വട്ടം കൂടിലേ കൊട്ടാരത്തിൽ കൊട്ടും മേളം തപ്പും കൂരവേ ഈ കൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ വട്ടം കൂടിലേ കൂട്ടിനൊരു കൂട്ടായി വാഴണം എന്റെ കോളമയിൽ തമ്പ്രാനായി മാറണം പെരിയാറ്റിൽ മീൻ പിടിക്കാൻ പോകണം മടിക്കാതെ എന്റെ കൂടെ പോരണം പുഴമീനും കൊണ്ടെന്റെ കൊടിയിൽ നീ വരുമോ കതിരാടും പാടത്തിൽ കഥയൊന്നു കേട്ടേ കണ്ണാടിച്ചപ്പിനുള്ളിൽ കാത്തില്ലേ കള്ളിപ്പെണ്ണെ മുത്തുമഴ പെയ്യും പോലെ മുത്തം തോരെ തന്നില്ലേ ഞാൻ കുറിഞ്ഞി കുറിഞ്ഞി പോവല്ലേ മണവാളൻ വന്നില്ലേ മണവാട്ടി പെണ്ണല്ലേ അഴകിൻ അഴകിൻ അഴകും നിന്മാരൻ വന്നല്ലോ നീ എന്റെ മിണ്ടിലാ അലിവോടെ പറയാനും കാത്തതോ നിൻ അനുരാഗം ഈരാവിൽ പൊഴിയണം പഞ്ചാര ചുണ്ടിൽ തന്നെ ചുംബനം ഹേ കാട്ടാരൻ തീരത്തെന്നെ മയക്കിനീ മഞ്ഞക്കണിപ്പൂവ് കൊണ്ടു നീ വന്നപ്പോ വെൺതൂവൽ നിറമുള്ള കമ്മൽ ഞാൻ തന്നിടാം തങ്കത്തിൻ നിറമുള്ള കസവന്നു തന്നില്ലേ മഞ്ചാടിത്തോട്ടത്തിൽ നിന്നെ ഞാൻ കാണില്ല കൊട്ടാരക്കെട്ടിനുള്ളിൽ മേളത്തിൻ നാദം കേട്ട് തൊട്ടുരുമീരും നിട്ട് മുത്തം കോരിക്കൊടുക്കണം കുറിഞ്ഞി കുറിഞ്ഞി പോവല്ലേ മണവാളൻ വന്നില്ലേ മണവാട്ടി പെണ്ണല്ലേ അഴകിൻ അഴകിൻ അഴകും നിന്മാരൻ വന്നല്ലോ നീ എന്റെ മിണ്ടിലാ കൊട്ടാരത്തിൽ കൊട്ടും മേളും കപ്പും കൂരവേ ഈ കൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ വട്ടം കൂടിലേ കൊട്ടാരത്തിൽ കൊട്ടും മേളും കപ്പും കൂരവേ എന്തുപറ്റി ഡാൻസ് കളിക്കണ പറഞ്ഞ കേക്കില്ലല്ലോ നീ തന്നെ വന്ന് ചോദിക്കും കാറ് കാണാതെ പോയി ഒരാഴ്ചയായിട്ടും എന്താ കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ സാർ ഞാൻ നാട്ടിൽ പോയിരിക്കുമായിരുന്നു ഇപ്പോഴാ റിട്ടേൺ എവിടോട്ടാ പോയെ ഞാൻ മുണ്ടൂരാണ് സാർ പോയത് താ മുണ്ടൂരാൻ പോയ കഥയൊന്നും ഞാൻ ചോദിച്ചില്ല സ്ഥലത്തിന്റെ പേര് പറയട്ടോ സാർ മുണ്ടൂർ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിന്റെ പേരാ എന്തോന്നാടോ കളിയാക്കുവാണോ സാറിന്റെ അമ്മയാണ് സത്യം സാർ ശരി ശരി ഇതിലൊരു ഒപ്പിട്ടിട്ട് പൊയ്ക്കോ സാറേ എന്തോന്നാടോ ഒരു ഒപ്പല്ലേ ചോദിച്ചത് സാർ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ അതോ ഫിംഗർ പ്രിന്റ് ആണോ സാർ ഞാനെന്താ ആളെ കളിയാക്കാണോ നോ സാർ അതിരിക്കട്ടെ നിന്റെ പേരെന്താ വടങ്കാമുടി സാർ ആരോട് തനിക്ക് ഈ പേര് വെച്ചത് ജ്യോതിഷ ചക്രവർത്തി ജ്യോതിഷ തിലകം ജ്യോതിഷ നവരസം എന്റെ ഗണിത ചക്രവർത്തി പണ്ഡിറ്റ് മെതിയടി ഭാസ്കരൻ സാർ സാറേ ഭാസ്കരൻ സാറില്ലേ റഹ്മാന് പോലും ഹൃദയത്തിൽ പേര് വെച്ച ആളാണ് വിശ്വസിക്കൂ സാർ 1 മിനിറ്റ് പ്ലീസ് ഹലോ പോടാ ഞാൻ വണങ്ങാമുടിയല്ല നീ ആരാടാ ഇപ്പോഴല്ലേ പേര് ചോദിച്ചപ്പോ താൻ മണങ്ങാമുടി എന്ന് പറഞ്ഞു അത് ചുമ്മാ സാർ ഹ്യൂമർ ഹ്യൂമർ സാർ ഞാനങ്ങ് ദൂരെയാ ഉള്ളത് തൃശ്ശൂരിന്റെ അടുത്ത് പുറനാട്ടുകാരൊക്കെ അടുത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അടുത്ത് നിൽക്കുമോ തന്റെ കാറ് പ്രീമിയർ പത്മിനി അതെ സാർ എനിക്ക് പത്മിനി എന്ന് പറഞ്ഞ ആ കാർ ഇപ്പൊ ഇല്ലടാ ഇപ്പോഴല്ലേ പത്മിനി ഉണ്ടെന്ന് പറഞ്ഞത് അത് വേറെ ഇത് വേറെ സാർ ഒന്നുകിൽ ഫോണിൽ സംസാരിക്കും അല്ലെങ്കിൽ എന്നോട് സംസാരിക്കും താനേ ഒരു കാര്യം കടയിൽ പോയി എനിക്കൊരു ചായ പറഞ്ഞിട്ടേ വരുമ്പോ ഒരു ബണ്ടിൽ പേപ്പർ വാങ്ങിച്ചു വീഡിയോസ് കിട്ടോ വല്ലതും
ഓടോ സത്യസന്ധനായ പോലീസുകാരൻ. അതെ, അത്യാവശ്യമായ കാര്യത്തിന് വന്നതാ. ഉടനെ വരും. ശരി, ഓക്കെ. എവിടെ ആ കാർ കംപ്ലൈന്റ് എന്നവൻ എവിടെ? ഇപ്പോഴങ്ങോട്ട് പോയതേ ഒന്ന് ഉള്ളൂ. പോയി വേഗം വിളിച്ചോണ്ട് വാ. Give me a firebox. സാറേ, എന്തായി? എവിടെ? അയാള് പോയി. അറേഞ്ച്മെന്റ്സ് ഒക്കെ കൃത്യമായിരിക്കണം, മനസ്സിലായല്ലോ. നിക്ക്, തിരിഞ്ഞേ. എന്നോടല്ലായിരുന്നു. ആരാ ഇയാള്? ഞാൻ ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി കല്യാണത്തിന് പാചകം ചെയ്യാൻ പാചകം ചെയ്യാൻ. ഓ, കല്യാണത്തിന് പാചകം ചെയ്യാൻ വന്നാണോ? അതെ. ആ പിന്നെ സദ്യ അടിപൊളിയായിരിക്കണം. ശരി. എല്ലാവരും വയറ് നിറച്ചു കഴിക്കണം. ഇലയിൽ പ്രധാനമായും ജിലേബി ഉണ്ടാവണം. ഓക്കെ, അതൊന്നും ഇല്ലെങ്കിലും മാഡം ജോലിക്കാരൻ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് നോക്കാം. നീ ഇപ്പൊ ഒന്നും മിണ്ടാതെ വാ. പാചകക്കാരനെ പോലെ അഭിനയിക്കാൻ വന്നതിനോട് ജിലേബി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എങ്ങനെ? വല്ല അരിമുറുക്കം ഉണ്ടാക്കാൻ പറഞ്ഞ പോരായിരുന്നോ? നീ ഇതുണ്ടാക്കില്ലേ? എന്താ അരിമുറുക്കം? അത് തന്നെ. എടാ, നീ ഈ മുറുക്ക് കണ്ടിട്ടില്ലേ? അത് ചുമ്മാ കുഴച്ചെടുത്ത് ഇങ്ങനെ ഞെക്കിയെടുത്താൽ മാത്രം മതി. നീ അതിൽ വന്നേ. എന്നെന്തിനാണ് കെട്ടിയിട്ടിരിക്കുന്നത്? എന്തിനാണ് എന്റെ കാറ്? കാറോ? നേരെ പൊള്ളാച്ചി ചന്തയ്ക്ക് വിട്ടോ. അവിടെ പീസായിട്ട് കിടപ്പുണ്ട്. എല്ലാം കൂടെ എടുത്ത് ഒട്ടിച്ചു വെച്ചോ. നിന്നെയൊക്കെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ ഞാൻ പോകത്തില്ല. പോലീസിന്റെ അടുത്ത് പോയാൽ താനേ കൊടുക്കത്തുള്ളൂ. അതെന്താന്ന് വെച്ചാ തന്റെ കാർ ആക്സിഡന്റ് ആയതുകൊണ്ട് പോലീസ് തന്നെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ താൻ അങ്ങോട്ട് പോയാ തന്നെ പിടിച്ചകത്തിടും. എന്റെ കാർ ആക്സിഡന്റ് ആയില്ലേ? ഇവരോട് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. നീ ആ സ്പ്രേയിങ് എടുക്ക്. ലില്ലിയാണോ അതോ മുല്ലയാണോ? അച്ഛനെ, ഇനി ഒരു 6 മണിക്കൂറത്തേക്ക് എഴുന്നേക്കത്തേ. കാറിന്റെ കാര്യം മറന്നുവോ? അവൻ തന്നെ എല്ലാം മറന്നോളും. വാ. എടാ, നീ എന്ത് ചെയ്യാനാ വന്ന? ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എന്നിട്ട് സാമ്പാർ നക്കിക്കൊണ്ടിരിക്കുന്നു. സാമ്പാറിൽ ഉപ്പുണ്ടോ നോക്കിയതാ. ഓഹോ, അത് കഴിഞ്ഞിട്ട് ചോറ് വാർക്കണം. അത് കഴിഞ്ഞിട്ട് രസത്തിന് പുളി കലക്കണം. അതും കഴിഞ്ഞിട്ട് എന്റെ വയറ്റിനകത്ത് പുളി നിറക്കണം. നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്താ? എന്റെ ബുദ്ധി അറിയില്ലെന്ന് പറഞ്ഞതാ. ഇവിടെ ചുറ്റിപ്പറ്റി നിന്നല്ലേ ഞാൻ പാചകക്കാരനാണെന്ന് വിശ്വസിക്കൂ. അയ്യോ, ഇവ ശരിക്കും പാചകക്കാരനായി മാറിയോ? അടുത്ത കല്യാണത്തിന്റെ ഓർഡർ എടുത്തിട്ട് പോയാൽ മതി. ഒരു കാര്യം പറയട്ടെ, നാളെ കാലത്ത് 10 മണിക്ക് അവനോട് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റിൽ നമ്മൾ പാസ്സായിരിക്കും. നീറ്റ് എക്സാമിൽ പാസ്സാകുന്ന പോലെ ആണല്ലോ. നടക്കട്ടെ. പ്ലീസ്, സാമ്പാറിന്റെ സ്വാദ് നോക്കൂ. നീയൊക്കെ ഡോൺ ആണെന്ന് പറഞ്ഞ് ജോലിയെന്ന് എന്നെ വേണം പറയാനായിട്ട്. ഇപ്പോൾ ഞാൻ കലക്കേണ്ടത് കലക്കിയാറുണ്ടല്ലോ. കയ്യിലൊഴിച്ച് നക്കുമായിരിക്കും അല്ലേ? അപ്പൊ ആദ്യം ചാകുമ്പോൾ നീ ആയിരിക്കും. പായസത്തിൽ പോയിസൺ കലർത്തിയവനാണ് ഈ ഞാൻ. സാമ്പാർ ദേണ്ട അടുക്കി പിടിക്കുന്നു. അത് നോക്ക്. നീ പാചകക്കാരനല്ല. നമസ്കാരം മാഡം. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഹാച്ച് ബാക്ക് എക്സിയും ചേർന്ന് വരുന്ന പുതിയ മോഡലാണ് മാഡം. എനിക്ക് ന്യൂ വേർഷനേക്കാളും സേഫ്റ്റിയാണ് പ്രധാനം. കാരണം ആ കാറ് ഞാൻ എന്റെ മരുമോന് പ്രസന്റ് ചെയ്യാൻ പോവാ. മേഡത്തിന്റെ സ്റ്റാറ്റസിന് പറ്റിയ വണ്ടിയാണ് മാഡം. അതുകൊണ്ടാണ് ഞാൻ മേഡത്തിന് റെഫർ ചെയ്തേ. മൊത്തം 4 കളറുകളുണ്ട് മാഡം. മോനെ, ആ കാറ്റലോഗിങ് എടുത്തേ, മേഡത്തിനെ കാണിക്കേ. നീ കേട്ടിട്ട് പറയാൻ നിൽക്കാണ്. എടാ കുരങ്ങ്, ഒരിടത്ത് തടങ്ങി നിൽക്ക്. നമസ്കാരം ഉണ്ട് കേട്ടോ. ഞാൻ വരാൻ കുറച്ച് താമസിച്ചു, ക്ഷമിക്കണം. പുറത്ത് കാർ റെഡിയല്ലേ? ഓക്കെ മേഡം, മേഡത്തിന്റെ സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഡെലിവറി എടുക്കാം. അതെ, നമ്മള് പുതിയ കാറിലാണോ അമ്പലത്തിൽ പോകാൻ പോന്നേ? ഏയ് അല്ലല്ല, ആ കാർ ഞാൻ എന്റെ മരുമോന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റാ. ആ കാറ് മരുമോന് ഓടിച്ചു നോക്കി ഓക്കേന്ന് പറഞ്ഞാലല്ലേ ഡെലിവറി എടുക്കാൻ പറ്റൂ. പറ്റി അല്ല, കല്യാണത്തിന് ശേഷം ഈ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വെക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്താലല്ലേ മരുമോന് ബഹുമാനം ഉണ്ടാവും. അമ്മ കുറച്ച് ലേറ്റായി, നമുക്ക് പുറപ്പെട്ടാലോ? കൃത്യസമയത്ത് അമ്മ വന്നത്. വരൂ. പോടോ ഇവിടുന്ന്. മോന് വേണ്ടി ഞാനൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും കല്യാണമായിട്ടില്ല, ഇതൊരു കാർ വാങ്ങിക്കൊടുക്കുന്ന കണ്ടില്ല. വണ്ടി ഓടിക്കാൻ അറിയാം. നീ ഓടിക്കുമെന്ന് എനിക്കറിയാം. ഒന്ന് മിണ്ടായിരിക്കണം. അത് പിന്നെ
ഇപ്പോ നല്ല സമയല്ലേ? നല്ല സമയാ. അല്ല, എന്റെ മകൻ ആദ്യമായിട്ട് കാർ ഓടിക്കാൻ പോവാണ്, അതുകൊണ്ട് ചോദിച്ചതാ. ആദ്യമായിട്ടോ? അല്ലല്ല. എന്താ മോനെ ഇത്? അയ്യോ, പുതിയ വണ്ടി ആയതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. വണ്ടി ഓടിക്കാൻ കാര്യമല്ലേ, അതിപ്പോ എല്ലാവരും കാണാൻ പോവല്ലേ. അങ്ങനെ പറയൂ. ശരി, നിങ്ങൾ പോയി വണ്ടി റെഡിയാക്ക്. എന്റെ മരുമോൻ വന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്താ മോനെ, ഓടിക്കാൻ റെഡിയാണോ? റെഡിയമ്മേ, നമ്മൾ എപ്പോഴേ റെഡിയാണ്. മോൻ കാർ ഓടിച്ചു നോക്കാൻ പോവാ. നീയും വേണമെങ്കിൽ കൂടെ പോയിട്ട് വാ. ശരി അമ്മേ, ഇതാ പോവാ. നീ എങ്ങോട്ട് പോന്നെ? തുളസി 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 അവിടെ നിൽക്ക്. അല്ല, എന്ത് പറ്റി? എന്റെ മരുമോൻ വണ്ടി ഓടിക്കാൻ ടിപ്സ് കൊടുക്കാണോ? എന്തൊരു അഹങ്കാരമാണ് നോക്കിയേ. ആദ്യം ആ കാർ അമ്പലത്തിലല്ലേ കൊണ്ടുപോകേണ്ടത്. നമുക്കൊരു ഷെയർ ഓട്ടോ പിടിച്ച് പോരാന് പോയാ വേദനിക്കുന്നു മുതലാളി. എനിക്കും അങ്ങനെ തന്നെ. എന്റെ തോള് വേദനിക്കുന്നു. ആരാണത്? എന്താ നിന്റെ അമ്മ ഒളിഞ്ഞു നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണോ? അച്ഛാ, അച്ഛാ, അച്ഛാ. മുതലാളിയെ അച്ഛാന്ന് വിളിച്ചത്. അച്ഛാ പ്ലീസ് അച്ഛാ. അച്ഛനൊരാളുണ്ടെന്ന് ഇപ്പോഴാണ് നിനക്ക് മനസ്സിലായത്? അയ്യോ അച്ഛാ, ഞങ്ങളുടെ കല്യാണം അച്ഛൻ തന്നെ നടത്തി തരണം പ്ലീസ്. അതിനുവേണ്ടിയാണ് ഇവിടെ പിന്നെ അച്ഛാന്ന് വിളിച്ചത്. നടത്തി തന്നോളൂ. അയ്യോ അതല്ല അച്ഛാ. വേറെന്താ മോളെ? അച്ഛാ, അയാൾക്കും അച്ഛനെ പോലെ കാർ ഓടിക്കാൻ അറിഞ്ഞൂടാ അച്ഛാ. പ്ലീസ് അച്ഛാ, എങ്ങനെയെങ്കിലും രക്ഷിക്കച്ചാ പ്ലീസ് അച്ഛാ. അച്ഛാ കാർ ഓടിക്കാൻ അറിയില്ലേ? സത്യോടെ കാർ ഓടിക്കാൻ അറിയില്ലേ? ഇവിടെ പാട്ടിന് ശബ്ദം കൂട്ട്. കള്ളം പറയല്ലേ, സത്യല്ലേ പറഞ്ഞത്? കാർ എന്താന്ന് അറിയില്ലേ? കാർ ഓടിക്കാൻ അറിയില്ലേ? അത് ചെരിപ്പിട്ടുകൊണ്ടാണ് പോട്ട. അയ്യോ, ഈ വീട്ടിൽ മറ്റൊരു അടിമ വന്നിരിക്കുന്നു. ഇതിന്റെ താക്കോൽ എവിടെ ഇടണ്ടേ? മോനെ, ദാ താക്കോല്. കുടുങ്ങിയടാ നീ. ഓടിച്ചു നോക്ക്. എന്താണോ ഇത്? എന്ത് കാറാ ഇത്? ഇത് ലേറ്റസ്റ്റ് മോഡൽ കാറാണ് സാർ. ലേറ്റസ്റ്റ് കാറാന്നൊക്കെ എനിക്കറിയാം. അതെന്ത് അതിന്റെ ആ നടുവിലുള്ള ഒരു മത്തോ? സാറേ, ഇത് ഓട്ടോമാറ്റിക് ഗിയർ ആണ് സാറേ. ഇത് ഓട്ടോമാറ്റിക് ആണെന്ന് എനിക്കറിയാം. നിനക്ക് ഓടിക്കാരെന്താണെന്നറിയോ? പേരിൽ മാത്രമേ ഓടിക്കാറ്, പക്ഷെ കേറിയിരുന്ന പിന്നെ ഓടുന്ന അറിയത്തില്ല. അറിയാമോ നിനക്ക്? സാറേ, സാറിന് കാറിനെ കുറിച്ച് എന്നോട് സംസാരിക്കും. കാറിന് ഒരു എഞ്ചിനുണ്ട്, അത് മനുഷ്യന്റെ ഹൃദയം പോലെയാണ്. അതുകൂടാതെ കാറിന് ഒരു ഡീസൽ പോകുന്ന പൈപ്പുണ്ട്, അത് മനുഷ്യ ശരീരത്തിലെ ഞരമ്പ് പോലെയാണ്. പിന്നെ ഗിയർ, ബ്രേക്ക്, ക്ലച്ച്, അത് നമ്മുടെ ലിവർ, ലങ്സ്, കിഡ്നി പോലെയൊക്കെയാണ്. പിന്നെ ഈ വീലുണ്ടല്ലോ, അത് മനുഷ്യന്റെ കാല് പോലെയാണ്. കാറിനെ പറ്റി സാറേ, ഒന്ന് ഓടിച്ചു നോക്ക് സാറേ. വണ്ടിക്ക് പെട്രോൾ അടിച്ചായിരുന്നോ? സാറേ, ഇത് ഡീസൽ വണ്ടിയാ സാറേ. ഡീസൽ വണ്ടി? അതെ സാർ. ഈ ഡീസൽ എവിടെ അടിച്ചേ? അവിടെ ആ മീശക്കാരന്റെ പക്കലാണോ? അവൻ വ്യാജ ഡീസൽ വിൽക്കുന്ന ആളാണ്. ഡീസൽ എന്നെ മരുവൻ വണ്ടി ഓടിക്കത്തുള്ളൂ. പോയി അടിച്ചു. ദുബായി പോയാലും കിട്ടില്ല സാറേ. ഇറാനിൽ പോ, ഇറാഖിൽ പോ. ഒട്ടും ധൃതിയില്ല, സമാധാനമായിട്ട് വന്നാ മതി. ഇതെന്തൊരു കളർ ഇത്? ചാണകം തേച്ച് പൊളിക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ട ദൈവമേ, കാര്യമില്ല, ഇടപെടരുത്. ഞാൻ മരുമകനോട് സംസാരിക്കട്ടെ. മോനെ, നിനക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താണ്? നീല. നീലയോ? തത്തപ്പച്ച നിറത്തിലെ കാർ മതി. തത്തപ്പച്ചൊരു കാറോ? ഒരു കാറാണോ? ഒന്ന് ഓടിച്ചു നോക്ക് സാറേ. കാണിക്കാം. കണ്ടില്ലേ, രണ്ട് അപശകുനം. ഈ ലക്ഷണങ്ങളെ കണ്ടോട് കാർ ഓടിച്ചാലോട്ടല്ലോ പപ്പടമായി പോവും. എടുത്തിട്ട് പോകും. മോനെ, മോനെ, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. നീ അകത്തേക്ക് കുടിക്കാം. മാഡം, ഇവിടെ വാ. ഇങ്ങനെയാണോ നീ തുമ്മുന്നേ? എന്തൊക്കെ പ്ലാൻ ആയിരുന്നു? ഈ വീട്ടില് രാജാവ് ഞാനാണ്. ഇതാരാ വെള്ളങ്കം? എല്ലാം കുളമാക്കിയില്ലേ? എന്റെ മുഴുവൻ ബുദ്ധി ഉപയോഗിച്ച് ഒരു പദ്ധതി ഉണ്ടാക്കി നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. തകർത്ത് കളഞ്ഞില്ലേ ഡോൺ? അതെന്താണ് നീയും ആ വെള്ളയാട് ബുദ്ധിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കശാപ്പണി നടത്തുകയായിരുന്നു. അത് ഇതിനൊരു കാര്യം അറിയോ? ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എന്റെ മരുമോന് കാർ ഓടിക്കാൻ അറിയില്ല. അതെനിക്കറിയാലോ. അതെന്താ എന്നോട് പറയാഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ. എപ്പോ? അത് ഇപ്പോ. അതിന്റെ മോള് പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്? അല്ല, ഞാൻ ആദ്യം. അതെന്ത് പണ്ടാരല്ലോട്ടെ. ആദ്യം ഈ തവി വലിച്ചിട്ടെ സ്ഥലം കലയിക്കാൻ. ഈ ജോലി തീർക്കാതെ ഞാൻ എങ്ങോട്ട് പോകും? എനിക്കാരെ അറിയാം. നിന്നെ പറഞ്ഞു വിടാനായിട്ട് ആഗ്രഹിക്കുന്നത്, പക്ഷെ എങ്ങോട്ട് പറഞ്ഞു വിടും? ഒരു കാര്യം ചെയ്യ്, നീ നല്ലൊരു പാചകം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു പാചകക്കാരനായിട്ട് കല്യാണ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്യേ. ഇത് പിടിക്കേ, എന്നിട്ട് നല്ല മോരുണ്ടാക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാ. ഞാൻ ഒരു ഗ്ലാസ് മോര് മതി, ശമ്പളം തരാം. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം തരാത്രേ, ഡബിൾ ചാർജ്. ഇവൻ നല്ലവനായി മാറി, ഇനി ഞാൻ വില്ലനായി മാറാൻ പോവാ.
എന്താ ഞാൻ പറഞ്ഞത് കേട്ടോ? എന്തോ അത്രയും ദൂരം കേട്ടായിരുന്നു. മോരില് ഉപ്പിട്ട് കൊണ്ടുവരാൻ കേട്ടോ. ഏതിലാ പോണ്ടേ? ഒരല്പം ഗ്യാപ്പ് കിട്ടിയപ്പോ അവൻ കിരങ്ങ് വില്ലനാവുന്നു. വാ, ശരിയാക്കി തരാം. എന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്ന 108 തേങ്ങ ഉടയ്ക്കാം. മുരുകാ അനുഗ്രഹിക്കണേ. അതെ, ഇത് ദേവീക്ഷേത്ര. ഭക്തി ഇച്ചിരി കൂടിപ്പോയി. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം ഇവനെന്തോ കുറുക്കിനെ ഗേറ്റിടുന്നേ? മേഡം ഒന്ന് പിന്നിലേക്ക് പോകും. എന്താ ഫൈറ്റ് ചെയ്യാൻ പോവാണോ? ഇയാളെ ഫൈറ്റ് ചെയ്യും, ഞാൻ പുറകെ നിന്ന് ടിപ്സ് കൊടുക്കും. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. മോനെ, മുണ്ട് കാലെ തട്ടും, മടക്കി കുത്ത്. ആ, അങ്ങനെ തന്നെ. വേണ്ട 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 വേണ്ട. കണ്ടോ കണ്ടോ കണ്ടോ, അടി അടിക്കടിക്ക. എങ്ങനെയുണ്ട് നോക്ക്. എങ്ങനെയുണ്ട് കലാപരിപാടി? അങ്ങനെ കൊടുത്തോ. ഉണ്ട് മോനെ. അമ്പലത്തിൽ വരുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനെ പെരുമാറുന്ന തെറ്റല്ലടാ. മാഡത്തിനൊന്നും ചെയ്യലേ? അടിപൊളിയാ ചക്കാലക്ക്. കരുതിയടാ. അങ്ങനെ ചെയ്യും മോനെ, അങ്ങനെ ചെയ്യും മോനെ. ഐ ആം ബാക്ക്. വെൽക്കം ബാക്ക് അച്ഛാ. വെള്ളം വെക്കാടാ, വീണ്ടും സ്വരൂപം കാണേണ്ടി വരും. കുടുംബത്തിനെ സംരക്ഷിക്കാൻ വന്ന കാവൽ ദൈവം ഒരു കരിക്ക് വെട്ടു. മോനാളി ഒന്ന് സഹായിക്ക്. മോനെ, എന്താച്ചാ എടുത്തറി വെച്ചിട്ട് ഇടിക്ക്, ഇല്ലെങ്കിൽ ടയർഡാണെങ്കിൽ കുടിക്ക്. എന്തിനാ മോനാളി ഇങ്ങനെ കരിക്കൊക്കെ എറിഞ്ഞു കളയുന്നേ? വല്ലവനൊക്കെ മനസ്സിലായി. മോനെ, ഞാൻ വെറുതെ കിടന്ന് സമയം മെനക്കെടുത്തല്ലേ. ഇതിനല്ലേ നീ എന്നെ വിളിച്ചത്? എന്താണ് ഇത്? കമ്പ് വെച്ച് അടിക്കാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. സമ്മതിച്ചു, അവസാനം പറഞ്ഞ നീ ഫൈറ്റിൽ തന്നെ. എന്തായി മോനെ അവിടുത്തെ കാര്യം? നീയായിരുന്നു ആ കമ്പ് താളുകളെ. ഞാൻ അവിടുത്തെ ഗുണ്ടകളിൽ കുത്തിപ്പെട്ടതായിരിക്കുന്നു. സോറി മാഡം, അറിയാതെ ചെയ്തു പോയി തെറ്റാ മാഡം. ഒരിക്കലും ചെയ്യില്ല മാഡം. അതാ മോനെ ഞാൻ പറഞ്ഞത്, കൂടെ ആണുങ്ങളില്ലാത്തപ്പോ. ഞാൻ ഉദ്ദേശിച്ചത് ആണുങ്ങളില്ലാത്തപ്പോഴും അമ്പലത്തിനോട് കുഴപ്പമൊന്നുമില്ല. ഇനി എന്റെ വീട്ടിലെ ദേവി നീ വരം തരുന്നു. വരമോ? എന്ത് വരും? ഒരു ഉമ്മ വേണമായിരുന്നു. നിന്നുണ്ടല്ലോ, ഉമ്മയൊന്നും തരാൻ പറ്റില്ല. എല്ലാ കല്യാണത്തിനും അന്ന് ചോദിച്ചപ്പോ നിശ്ചയം കഴിഞ്ഞ് തരാന്ന് പറഞ്ഞു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് തരാന്നൊക്കെ പറഞ്ഞു. അത് എവിടുത്തെ നിയമം എന്തായാലും? ആരാ ഈ കളറിലൊക്കെ വണ്ടി വെച്ചേക്കുന്നേ? എന്തൊരു വൃത്തിയിട്ട കളറാ. ദേവാ, ഇത് നമ്മുടെ കാറല്ലടാ. ഇവിടെ നിൽക്കും, ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരാം. വേണ്ട 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 വേണ്ട. അറിയാതെ ഞാൻ ഈ കാർ കൊണ്ട് അതിന്റെ അമ്മയെ ഇടിച്ചത്.
എടാ മഹാഭാവി, കാർ ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോ അതിന് അമ്മയാണോ ഇടിക്കണ്ടേ? അറിയാതെ ഇടിച്ചതാ. ഇനി ഞാൻ ഉമ്മ ചോദിക്കില്ല, സത്യമായിട്ട് ഒരു ചോദിക്കില്ല. കാര്യം ഞാൻ പറയാം, ഇനി ഇതുപോലെ എങ്ങാനും ചെയ്താലുണ്ടല്ലോ പിന്നെ നമുക്ക് തന്നെയാണ് പ്രോബ്ലം വരിക. പ്ലീസ് പ്ലീസ്, എന്റെ പൊന്നു പോന്നില്ല, വാ. ഇനി എത്ര നാൾ ഈ പാചകക്കാരനായിട്ട് അഭിനയിക്കും? എനിക്ക് വയ്യ. ബോസേ, നമ്മള് പ്ലാൻ ചെയ്യാതെ വിജയിക്കാൻ വേണ്ടി തന്നെത്താൻ ഒരു അവസരം കിട്ടിയിരിക്കുക. എങ്ങനെ? ആ രാജേശ്വരി അമ്മയുണ്ടല്ലോ, കാറ് കൊണ്ട് ഇടിച്ച് ആക്സിഡന്റ് ആക്കിയത് ആ ദേവയാണ്. അയ്യോ, ഇത് സത്യവാ. ആണോ? ഓ, അങ്ങനെയാണല്ലേ. ഇതിൽ ഉപ്പുണ്ടോ നോക്ക്. സോറി, ഒരു ടെസ്റ്റ് വെച്ചതാ. വാ പോവാ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ജോത്സ്യക്കാരോ, നിങ്ങൾ പറഞ്ഞ അന്നദാനത്തിന് ഒരാടെ കുറവുണ്ട്, കുഴപ്പമുണ്ടോ? പകുതിയെ ഫലം ഉള്ളൂ. വളരെ നല്ല കാര്യം. സാധനമൊക്കെ എടുത്ത് സ്റ്റോർ റൂമിൽ പോയി ഇയാളെ പന്തിയിലേക്ക് കൊണ്ടുപോയി. ആ, സന്തോഷമായി മോട്ടെ, സന്തോഷമായി. ജോത്സ്യക്കാരോ, ഫലം പൂർണ്ണതയിലെത്തി. ചേട്ടോ, വേറെ ലഡു തരാം. ആഹാരം വേസ്റ്റാക്കരുത് മോനെ, വിടുവോ ഞാൻ? കാറ് എന്റെ പത്മിനി, എന്റെ പത്മിനിയാ, എന്റെ പത്മിനിയാ. യെസ്, അല്ല ബോസ്, എന്തൊക്കെ പ്ലാനാ വെച്ചിരിക്കുന്നേ? നോക്ക്, ഇടിച്ചവനും ഇടികൊണ്ട രാജേശ്വരി അമ്മയും ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ട്. അവനെ അവരുടെ മുമ്പിൽ കൊടുക്കണം. അതിന്റെ പിന്നിൽ കളിച്ചത് നമ്മളാണെന്നും അറിയാൻ പാടില്ല. അതിനവനെ പോലീസ് അറസ്റ്റ് ചെയ്യണം. അവര് വന്ന് അവന് വിലങ്ങ് വെച്ചോണ്ട് കൊണ്ടുപോകണം. പ്ലാൻ എങ്ങനെയുണ്ട്? അടിപൊളിയാണ് എന്റെ ബോസ്. അതിന് നീ റെഡിയാണോ? കാറ് കാണിക്കാൻ നീ റെഡിയാണോ? വരൂ ബോസേ. അല്ല, ആ കാറ് ഏതാണെന്നാ പറഞ്ഞത്? നിനക്ക് ആണിന്റെ ശബ്ദം. ഇതാരാ പറഞ്ഞത്? അല്ല, ആ കാർ ഇപ്പൊ എവിടെ? ഇത്രക്ക് വൃത്തികെട്ട ശബ്ദം ആരുടെയാ? പേടിച്ചു പോയോ? കാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കരിങ്കുരങ്ങാണല്ലോ. ആരാടാ നീ? കാറ് മോഷ്ടിക്കാൻ വന്നോ? നിന്റെ കാറോ? മനസ്സിലാവുന്നില്ല. ഈ ബിൽഡിംഗ് അകത്തോട്ട് വിട്, കാണിച്ചു കൊടുക്കാം. ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല. അടി കിട്ടും. എന്താണെങ്കിലും എന്റെ ചെവി വന്ന് പറയും. വാ, നിന്നെ കാണിച്ചിട്ട്. ആണോ? അതെ. ശരി, നീ കാർ എടുത്തോണ്ട് നല്ല ആ കാറല്ല, അകത്തുള്ള കാർ. ഇങ്ങോട്ട് പറയട്ടെ. നമുക്ക് കളഞ്ഞു കിട്ടിയ ആ കാര് വെറുതെ കൊടുത്തിട്ട് കാര്യങ്ങളെല്ലാം കൊള്ളവാക്കില്ലേ ബോസേ? അതിനൊരു കാരണമുണ്ട്. അല്ല, ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഹലോ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഓറഞ്ച് കളർ പഴയ പത്മിനി, കറുത്തിരുണ്ടൊരു മൊട്ടത്തലയൻ, ഹൈവേ റോട്ടിൽ 150 കിലോമീറ്റർ സ്പീഡിലാണ് സാർ. ഒരു മിനിറ്റ്, ഓടിക്കാൻ അറിയില്ലേ? സോറി സാർ, ആ 150-ല് 5 0 എടുത്ത് മാറ്റിയേക്ക്. 1 കിലോമീറ്റർ സ്പീഡിലാ കാർ തള്ളിക്കൊണ്ടു പോകുന്നത്. പിടിച്ചേക്കണേ സാറേ. ഹലോ ആ മൊട്ടത്തലേന്റെ കൂടെ പോവാൻ നിൽക്കുന്നേ, അവന്റെ കൂടെ പോണ്ട, എന്റെ കൂടെ വാ. കാർ ഇവിടെയുള്ള കാര്യം ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള. ഇനി എത്ര സമയം ആവൂടാ? ഒരു കാര്യം പറയാം, ഇപ്പൊ എന്റെ കൺമുന്നിൽ വന്ന് നിന്നില്ലെങ്കിൽ കൊന്നു കളയും. ആദ്യം ഞാൻ വിളിച്ചപ്പോ തന്നെ നിങ്ങൾ വരാന്ന് പറഞ്ഞല്ലേ, അതിനുശേഷം 10 കോളും ഞാൻ ചെയ്തു. കട്ട് ചെയ്യാതെ ബോസ് ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന ഞങ്ങള് വരുന്ന കാര്യം എങ്ങനെ അറിയാനാ? ശരി, തെറ്റുപറ്റി, ക്ഷമിച്ചേക്ക്. നോക്ക്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ആ സൈഡിൽ കൂടെ പോയപ്പോ ഞാൻ വളരെ എന്താണ് ഇവിടെ കാണിക്കുന്നത്? എന്താടാ ഇതൊക്കെ? ബോസല്ലേ വരുമ്പം വെറും കൈയോടെ വരില്ലെന്ന് പറഞ്ഞേ, അതുകൊണ്ട് എടുത്തോണ്ട്. ഓ, യുവന്മാരെ കൊണ്ട് തോറ്റു. ഇതുമായിട്ടാണോടാ ഇങ്ങോട്ട് വരുന്നത്? അതും വെള്ളം നിറച്ചോണ്ട്. എടുത്ത് ഒഴിച്ചു കളടാ.
കറണ്ട് ബോക്സിലാണോടാ ഒഴിച്ചത്? ഈശ്വര, ഈ സമയം കറണ്ട് പോലും എനിക്ക് സഹായമാണല്ലോ. നിങ്ങൾ കറണ്ട് ബോക്സിൽ വെള്ളം ഒഴിച്ചോണ്ട് ഒരു ജോലി എളുപ്പമായി. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പ്ലാൻ തലയിൽ കേറ്റിക്കോ. പ്ലാൻ എന്താന്ന് വെച്ചാ, അയ്യോ കറണ്ട് പോയല്ലോ. മടിയിൽ കിടന്ന ഉറക്കം വരുമെന്ന് എല്ലാരും പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. മോന്ത കണ്ടില്ലേ ഇതിന്റെ? സൂപ്പർ ബോസ്. ഓക്കേ യെസ് ബോസ്. വയ്ക്കോ. വാടാ. സിനിമയ്ക്ക് പോവാനടാ? ഇങ്ങനെയാണോ പോകുന്നേ? ബോസേ, ബോസ് വരുന്നില്ലേ? ഓ, ഞാൻ വരാം, നിങ്ങൾ പൊയ്ക്കോ. അയ്യോ വരൂ ബോസ്. ആഹാ, ഇരുട്ടിൽ എന്റെ മുഖം കാണാൻ എന്ത് ഭംഗി. ഇത് ഫേസ്ബുക്കിൽ ഇട്ടേക്കാം. ഇട്ട ഉടനെ തന്നെ 200 പേര് കാർക്കിച്ച് തുപ്പിയല്ലോ. ഫോണിൽ നിന്നാണല്ലോ സൗണ്ട് വരുന്നേ. മൊലാളി എന്തോ മൊലാളി? കറണ്ട് പോയപ്പോഴും കൈ പിടിച്ചോണ്ടിരിക്കുക. സെൽഫോൺ മൊലാളി. സെല്ലിന്റെ കാര്യമാണ് ഞാനും പറഞ്ഞത്. റൂമിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. നീ ഒരു കാര്യം വരെ വീശണം. അതൊരു നല്ല കാര്യമാണല്ലോ. മൊലാളി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ച് കറണ്ട് പോരുന്ന് ചോദിക്കേ. ആൾറെഡി ചെയ്തു. എല്ലാവരും ഓൺ ദി വേയിലാണ്. കറണ്ട് ഇപ്പൊ വരും എന്നുള്ള കാര്യം അവളോട് പറയണം. ഇല്ലെങ്കിൽ അവൾ എന്നെ കണ്ട് പേടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഇരുട്ടിനെ കണ്ട് പേടിക്കുന്ന കാര്യമാ. അതാ പറഞ്ഞേ. അടി മേടിക്കും. ബോസ് ഇവിടെ തന്നെയുണ്ട്. സ്വർണ്ണം ഇരിക്കുന്ന സ്ഥലവും അറിയാം. പിന്നെന്തിനാ നമ്മളോട് എടുക്കാൻ പറയുന്നത്? മണ്ടനാ. എടാ, ഇവിടെയാണെന്നല്ലേ പറഞ്ഞത്. വാസുവിനെ നിനക്കറിയാലോ? അറിയാന്നോട്ടാ അയച്ചേക്കുന്നേ. കറക്റ്റാ. എടാ, ആ മുറി വാസുവേട്ടന്റെ റൂം അത് തന്നെയാണെന്നാ തോന്നുന്നേ. ശബ്ദം ഉണ്ടാക്കാതെ എന്റെ കൂടെ വേഗം വാ. എക്സ്ക്യൂസ് മീ മുതലാളി, ജസ്റ്റ് എ മിനിറ്റ്. എൻജോയ്. ഒന്നുകിൽ മ്യൂസിക് ഇടണം, അല്ലെങ്കിൽ സെന്റ് ഇടണം. ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടല്ലേ രണ്ടുപേരെ മുറി റൂമിൽ കയറി നമ്മുടെ കുടുംബമാല ഞങ്ങളായിട്ട് പൊട്ടിച്ചതല്ല, ഇതിനൊക്കെ ബോസ് വന്നിട്ടുണ്ടോ? ബോസിനെ വിളിച്ചു കൊടുക്ക്. വേഗം വിളിക്കടാ. ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുന്നു. ധൃതി വെക്കാതെ ബോസ് എടുത്തോളും. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് മുതലാളി. അവിടെ ഒളിഞ്ഞേക്കിയ. ഇവരെല്ലാരും എന്നെ അടിക്കുക. എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരാടാ നീ? പറയില്ലെന്ന് പറഞ്ഞില്ല. കണ്ടുപിടിക്ക്. അമ്മേ, ആരെ വാതിലടിച്ചത്? അറിയില്ല അമ്മേ. വലിയ തീവ്രവാദി, മുഖം മറച്ചിരിക്കുക. മുതലാളി ആരാന്ന് കണ്ടില്ലേ? അതെന്താ അറിയില്ല അമ്മേ, വാ പോയി നോക്കാം. സാമ്പാറിലെ പുളി, സാമ്പാറിലെ ഉരുളക്കിഴങ്ങിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ മുതലാളി ഇവൻ എന്തോ പരിപാടി ഒപ്പിച്ചു വെച്ചെന്നാ തോന്നുന്നത്. ഞാൻ എന്ത് പൊലമീന്ന ഡോൺ? അപ്പൊ നിങ്ങൾ ഡോൺ അല്ലേ? ഒന്ന് പോവാൻ നോക്കണം, നാശം പിടിച്ചത് നിങ്ങളെ. ഡോൺ, ഇവൻ എന്താ ചെയ്തെന്ന് അറിയാം. നിനക്ക് ഞാൻ എന്ത് ജോലി ചെയ്തത്? നീ എന്ത് പണിയെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആർത്തിന് മേൽ എന്തിനാണ് കൈവച്ചത്? എന്റെ പെണ്ണുമ്പോൾ എന്നെ വെറുതെ വിടുന്നു വിചാരിച്ചോ? വിവരം കെട്ടവനെ, നീ എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഈ മാല ഇരുട്ടത്ത് വന്നെടുത്തു. സ്റ്റെപ്നി, പോലീസിനെ വിളിക്കേ. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കാം. എല്ലാം ഇവൻ ആരാണെന്ന് അറിയോ? ഇത് നമുക്ക് ശരിയാവില്ല. അങ്ങനെ കൊടുക്കുമോ? എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എടുത്തിട്ട് പോടാ. പോലീസിന്റെ കംപ്ലൈന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് മാനമാണ് പോകുന്നത്. അതുകൊണ്ട് അവന്മാരൊന്നും പോലീസ് പിടിപ്പിക്കണ്ട. ചിലയല്ലേ, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കേ. ചില സ്റ്റെപ്നി, എന്റെ മുറിയുടെ വാതിലേറെ പുറത്തുനിന്ന് പൂട്ടിയത്? അത് ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്? അറിയില്ലമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ മോനെ, നീ ആ പോലീസ് എന്ന് പറയുമ്പോ തലയിലടിച്ചില്ലേ? നല്ല ടൈമിംഗ് ആയിരുന്നു. അവനെന്റെ ശത്രു ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നിങ്ങളും അവനും ചേർന്ന് എന്റെ തലയ്ക്ക് അടിച്ചില്ലേ? ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. എല്ലാരും ചതിയന്മാരാ.
ഞാൻ എവിടെ പോവും? ആരുടെ അടുത്തേക്ക് പോവും? നീയോ? നിന്നെ പോലീസ് പിടിച്ചില്ലേ? എന്നെ പോലീസ് പിടിക്കണം? അതുപോലെ എന്തിനാ വെള്ളം ഒഴിക്കാതെ പറ്റി കടിക്കുന്നേ? ഒരു കുടുംബക്കാര് മുഴുവൻ ചേർന്ന് എന്നെ അടിച്ചു. അതെനിക്ക് സഹിക്കാൻ. കുടുംബക്കാര് ചേർന്ന് അടിക്കണമെങ്കിൽ അവരോട് നീ എന്ത് ദ്രോഹം ചെയ്തത്? വിശ്വാസവഞ്ചന. വിശ്വാസവഞ്ചന ചെയ്തോ? ഞാൻ ചെയ്തില്ല. എന്നോട് മാത്രമല്ല നിന്നോടും കാണിച്ചു. അല്ല, ഒരു പഴയ പത്മിനിക്കാർ നീ അടിച്ചോണ്ട് പോയില്ലേ? അതിനു മുമ്പ് അത് ആരാ അടിച്ചു മാറ്റിയെന്ന് ചോദിച്ചോട്ടെ? മഷിട്ട് പറയുന്നത് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? മൊട്ട ബോസ്, എല്ലാം എനിക്കറിയാം. ശരി, ഇപ്പൊ ആ കാർ എവിടെ? അതെ, വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് വണ്ടി തള്ളിക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒന്നിനു പോണം തോന്നി. വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ പുറകിൽ ഒരു വിളി വന്നു. എന്താ ഈ സമയത്ത്? സാറേ, വല്ലാണ്ട് വിശക്കുന്നു സാറേ. കഴിച്ചിട്ട് 2 ദിവസമായി. കാശുണ്ടെങ്കിൽ വല്ലതും തരുമോ സാറേ? പ്ലീസ് സാറേ. എന്നാലും എനിക്കൊന്നും തരാതിരിക്കാൻ പറ്റുന്നില്ല. നിക്ക് അണ്ടർവെയറിൽ പൈസ എടുത്ത് കൊടുക്കാൻ നോക്കിയപ്പോൾ അവന്റെ പേഴ്സൺ പറ്റിപ്പുറത്തിന്റെ ഒറ്റ ഓട്ടം ഓടി. അവിടെ പുറകെ ഓടി തിരിച്ചു വന്നപ്പോ എന്റെ പത്മിനിയും പോയി മോനെ. ഇതൊക്കെ കാരണം ഞാനിപ്പോ പെരുവഴിയിലായി മോനെ. എന്നാണോ എന്റെ കാറ് പോയത് അന്ന് മുതൽ എനിക്ക് പ്രാന്ത് ഇളകിയതാണ് മോനെ. അവനെങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്തു ചെയ്യും? അവനെ എന്തേലും ഞാൻ ചെയ്യും മോനെ. ഇനി നീ എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ പറയാം. നടക്കപ്പോ നമ്മള് ബാറിലേക്കല്ല പോകുന്നു, വേറെ സ്ഥലത്തേക്ക്. വൃത്തിയായിട്ടവൻ നടക്കണോ? ഇവനെയൊക്കെ വിശ്വസിക്കാവോ? സുന്ദരിയായ നഴ്സ്, എന്റെ കയ്യിൽ പേഴ്സ്, വാങ്ങിത്തരാൻ ഡ്രസ്. സോറി, ചെടിക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു. ആരവിടെ സാമ്പാർ വേണമെന്ന് പറഞ്ഞേ? ഇതിനകത്ത് വല്ലതും ഉണ്ടോ? അതോ കാലിയാണോ? ആണുങ്ങളോട് സംസാരിക്കില്ലല്ലേ? എന്താ മോനെ ഇങ്ങനെ ബ്രേക്കിനകത്ത് വണ്ടി പോലെ വന്നിരിക്കുന്നത്? ഏതെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് വായിച്ചോ? അതിന് വേണ്ടി ഇവനില്ലേ? എന്ത് പറ്റി മോനെ? അച്ഛാ, അത് ഏത് നേരം അമ്മ കാറോടിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് വണ്ടി ഓടിക്കാനോട്ട് അറിയത്തില്ല. ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാം. എനിക്കറിയാം മോനെ, നിനക്ക് ഓരോ കാറിനെ കല്യാണം കഴിച്ചെടുക്കും തോന്നുന്നു. നീ പേടിക്കണ്ട മോനെ, ധൈര്യമാണ് പുരുഷ ലക്ഷണം. ഇപ്പൊ അവൾ നിന്നെ നോക്കുന്നു, അപ്പൊ നീ എന്നെ നോക്കണം. നടക്കുന്നത് കാണാം. അവൾക്കോ നിനക്കൊരു പണിയില്ല. മരുമോനെ, മോനെ ഇലയില് 24 ഐറ്റം വിളമ്പാൻ പറയണം. ഓരോണെങ്കിലും കുറഞ്ഞോട് പറയണം. ബോണ്ട ഇതുവരെ ഉണ്ടാക്കിയില്ല. അതെന്താ ബോണ്ട ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാ ബോണ്ട ഉണ്ടാക്കുന്നത്? നമ്മള് സദ്യയിൽ ബോണ്ട ഉണ്ടാക്കാൻ പറഞ്ഞോ? അത് ക്യാൻസൽ ചെയ്തിട്ട് ഗോതമ്പുട്ട വെച്ചാലോ? അതൊന്നും വേണ്ട. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? കല്യാണോ മാഡം? സ്റ്റെപ്നി, അവർ രണ്ടുപേരും എന്ത് സംസാരിക്കായിരുന്നു? മരുമോൻ വേഗത്തിൽ വന്നു, മാഡം ഇതിലേക്കൂടെ വന്നു. അവർ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ട് പോയി. സ്റ്റെപ്നി, താങ്ക് യു മാഡം. നമ്മള് വേണം ഇങ്ങനെ കതിർകൊണ്ടിരിക്കാൻ. എടോ, ഇന്നലെ കിട്ടിയൊന്നും പോരെ? ഇന്നലെ അടിച്ചാ ഇന്നും അടിക്കോ? അടിക്ക കാണട്ടെ. എടാ, വടങ്ങാമുടിയടാ. പ്രശ്നം ഉണ്ടാക്കുന്ന തോന്നുന്നു. കഴിച്ചോ? പോയി കഴിക്കണോ? ഇനിയല്ലേ പൂരം. ഈ പണ്ടാരം ഇവിടെ തന്നെ വന്നിരിപ്പുണ്ട്. എന്താമ്മേ? മിണ്ടാതിരിക്കണം. ഞാൻ പെണ്ണിന്റെ അമ്മയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണോ നടക്കാൻ പോകുന്നത്? അമ്മ എങ്ങോട്ട് പോടാ? ധൈര്യം നിക്കടാ. എന്താ ഇത്? എന്റെ അടുത്തോട്ടല്ലേ, മോളിലെടുത്തിട്ട് പോ. അച്ഛാ, അങ്ങോട്ട് നോക്കച്ചാ. അത് വില്ലങ്കനല്ലേ? അന്ന് കിട്ടിയ തല്ലൊന്നും മതിയായില്ലെന്ന് തോന്നുന്നു. അച്ഛൻ കണ്ടില്ലേ? നോക്കങ്ങോട്ട്. അതാണ് മോനെ പുതിയ ആള്. പാതി വന്ന ശവ എണ്ണീറ്റ് വന്ന പോലെ ഉണ്ടല്ലോ. അവന് നീ എന്താ പ്രശ്നം? ഒന്ന് കുനിഞ്ഞേ, ആ ചെവി അങ്ങോട്ട് കാണിക്കാൻ. എന്നെ പെണ്ണുപിള്ളേരെ നേരത്തെ വണ്ടി എടുപ്പിക്കാൻ ശ്രമിച്ച ഇവനാ? നീയാണല്ലേ ചെയ്ത്? അയ്യോ, അതെ.
ശരി പോ, നീ ആ മണ്ഡപത്തിലോട്ട് കയറി ചെല്ലേ. നീ അങ്ങോട്ട് പോ, ഞാനല്ലേ പറയുന്നത്, ചെല്ലേ. എല്ലാം ചെയ്തു വെച്ചിട്ട് അമ്പലത്തിൽ നിന്ന് അച്ഛൻ കഴിഞ്ഞ് വരുന്ന പോലെ പോകുന്നത്. അവൻ നമ്മളെക്കാട്ടും വലിയ കളറാന്ന് തോന്നുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടിട്ട് വാ മുതലാളി. എന്തിന് പരിഹാരം ഉണ്ടാക്കാൻ പോവാ? അതായത് മുതലാളി തന്നെ പറയും. സ്റ്റെപ്നി, ഇവളോട് ഇങ്ങനെ കൂടെ കൂടെ വന്ന് എനിക്ക് ഷോക്ക് അറിയുന്നത് പറ. അടുത്ത സീൻ എന്താന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മുതലാളി കൊന്നോളെ ഞാൻ. തുമ്മി പോകരുത്. എന്താ സീൻ? ചോദിച്ചിട്ട് വന്ന് പറയാം. ഡയറക്ടർ മുതലാളി, യുവമാരോട് മുതലാളിക്ക് എന്താ സംസാരിക്കാനുള്ളേ? സിറ്റുവേഷൻ ഇത്ര മോശമായപ്പോ കൂളായിട്ട് നിൽക്കുകയാണല്ലോ. എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ആ വില്ലനെ തട്ടി ഉണർത്ത്. ഒരു അലാറം വെക്ക്, എഴുന്നേറ്റ് മുതലാളി. എന്തെങ്കിലും ഒന്ന് ചെയ്യും മുതലാളി. ഇത്ര വർഷം നീ എന്റെ കൂടെ തന്നെ അല്ലായിരുന്നോ? ഇനി നീ പോയി എന്തെങ്കിലും ചെയ്യേ. തല ഇരിക്കുമ്പോ വാലാടണ്ടെന്ന് കരുതി. മുതലാളി ഒന്നൊന്ന് മൂളിയാ മതി, ഞാൻ ചെയ്തോളാം. താങ്ക് യു മുതലാളി. എടാ, ഞാനിനി ഉമ്മൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് കാണിച്ചു തരാം ഞാൻ ആരാന്ന്. എക്സ്ക്യൂസ് മീ മോനെ, ദാ ഇവിടെ. ആട് പാമ്പേ അതുപോലെ ആട് പാമ്പേ എടുക്കുമോനെ. അവൻ എന്തുകൊണ്ട് തന്നാലും കുടിക്കുവോ? എന്താ നമ്മൾ കല്യാണത്തിന് വന്ന സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അതുകൊണ്ടാ. കുടിക്കാൻ പോകുന്നു, കമരാൻ പോകുന്നു. നമ്മള് കല്യാണം മുടക്കാൻ വന്ന ചീഫ് ഗസ്റ്റ്. അവൻ ഇതിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാവും. വേറെ ആരുടെങ്കിലും കയ്യിൽ ഗ്ലാസ് ഉണ്ടോ നോക്കി. ഒരു ഒന്നിന്റെ കാര്യമില്ലല്ലോ മോനെ. ഇപ്പൊ ഒരു സാമ്പിൾ നോക്കാം. ബ്രോ, മുഖത്ത് നല്ല ക്ഷീണുണ്ട്, കുടിച്ചോളൂ. നോക്കിക്കോ. അവൻ രക്ഷപ്പെട്ടല്ലോ. ഇതെന്തോ തലമണ്ട ഷേവ് ചെയ്ത് വെച്ചിരിക്കുന്നേ. ഓവർ. അയ്യോ, മരിച്ചുപോയി മോനെ. എങ്ങനെയാണെന്നറിയോ? എന്റെ 7ാമത്തെ അറിവായ ബുദ്ധി ഉപയോഗിച്ചു. 7ാമത്തെ പറയോ? അറിവ്. ഓ, ബുദ്ധി. എന്റെ കാർ അടിച്ചു മാറ്റിരിക്കുവോ? ഈ മോതിരം ഞാൻ തന്നേക്കൊന്നും മിണ്ടാതിരിക്കും പ്ലീസ്. നമസ്കാരം. ഇവന്മാര് പഴയ സിനിമയൊക്കെ കാണുന്നവരാണെന്ന് തോന്നുന്നു മുതലാളി. പ്ലാനേ ചീറ്റി മുതലാളി. ചീറ്റി പോയിട്ടില്ലടാ, ഞാനത് മാറ്റി. മുതലാളി കണ്ടോ? എന്നാലും എന്റെ വിശ്വാസം ഞാൻ കാണിക്കാതെ മാറത്തില്ല. പ്ലാൻ ബി. കള്ളിന് മയങ്ങാത്തവൻ പെണ്ണിന് മയങ്ങാതിരിക്കുവോ? മാമപ്പണി ചെയ്യാൻ പോകുന്ന മലയാളത്തിൽ പറഞ്ഞ പോലെ. മുതലാളി എന്താ? ആ ബേബിയുടെ പുറകെ പോയി എല്ലാം ഒരു തീരുമാനമാക്കാന്നാ വിചാരിച്ചേ. നീ ആപ്പിലാകും, കുഴപ്പമില്ലല്ലോ. നിനക്ക് ഭയങ്കര അസൂയ കേട്ടോ. ആർക്ക്? എനിക്ക്. ലോ, ഈ മോന്ത ഇതുവരെ ഏതെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതോ ഇനി എങ്ങനെ നോക്കൂ? ഇപ്പൊ നോക്കിയത് കണ്ടില്ലേ? വീട്ടി എല്ലാം ഇവരുടെ പ്ലാനാ. അതിൽ നീ ചെന്ന് ചാടല്ലേ. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? അത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്റെ 7ാമത്തെ അറിവ്. മുതലാളി, എന്റെ പ്ലാനൊക്കെ പോയി. ഇപ്പൊ മുതലാളി എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ നീ ഇതൊക്കെ ചെയ്യോ? പോടാ. എല്ലാം റെഡിയാണ്, നീ താലി കെട്ടിക്കോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേ? അവൻ താലി കെട്ടുന്ന സമയത്ത് നീ എണീറ്റ് നിന്ന് അയാളേതാ? മേളം 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 മേളം. അതാരടാ? മുതലാളി, അവൻ ജോലി തുടങ്ങി. ഒന്നളിയും നിന്നെ. ഇപ്പൊ കാണിച്ചു തരടാ ചേട്ടാ. എനിക്ക് എണീറ്റ് അവിടെ ചെന്ന് സത്യം പറയിച്ചേട്ടാ. അവനാണ് തൂക്കിയോട് പോ സാറേ. നീ എന്താ കുഞ്ഞു കളിക്കുക? അല്ല സാർ, ഇവിടെ ഒരു മൊട്ടത്തലേന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാള് ഞാൻ പറയുന്നത് കേൾക്കുന്നതല്ല. നീ ആദ്യം കോടതിയിൽ പോയി ജാമ്യം എടുത്തോണ്ട് വാ. ഇൻസ്പെക്ടർ സാറേ, പുറത്തു വരത്തിന് ഇപ്പോൾ അവനെ കൂടി കൊണ്ടുവയ്ക്കോ. തിരുമനി, കല്യാണം നടക്കട്ടെ. മരുമോനെ, മോൻ താലി കെട്ട്. നമ്മള് ജയിച്ച കണ്ടല്ലേ അച്ഛാ? എന്തുവാ മുതലാളി, എങ്ങനെ മുതലാളി ഇത്ര സിമ്പിൾ ആയിട്ട് ഈ കല്യാണം നടത്തിയേ? നിനക്കാണ് A മുതൽ Z വരെ പ്ലാൻ. എനിക്ക് ഒറ്റ പ്ലാനേ ഉള്ളൂ. അതെങ്ങനെയാ മുതലാളി? അവൻ ആവശ്യമുണ്ടായിരുന്നത് മധുവും മദിരാശിയൊന്നും ആയിരുന്നില്ല, അവന്റെ കാറായിരുന്നു. കാശ് കൊടുത്തു, കാറ് വാങ്ങി, കളർ മാറ്റി, കഥയെ ലൈറ്റ് അടന്ന് മാറ്റി. പക്ഷെ അവന് മനസ്സിലായില്ല, അവൻ തല്ലിപ്പൊട്ടിച്ച കാർ അവന്റെ അല്ലെന്ന്. നിങ്ങളാ മുതലാളി യഥാർത്ഥത്തെ ISA മുദ്ര കുത്തിയ വില്ലൻ.
നന്ദിയുള്ള നായപ്പല നീ ഇത്രയെങ്കിലും ചെയ്യുമ്പോ പെണ്ണിന്റെ അപ്പനായി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? എനിക്ക് എന്റെ പെണ്ണിനെ വെറുതെ വിടാൻ പറ്റുമോ? ചുമ്മാ ഫീൽ ചെയ്താ പണം തീരാൻ പോവാ. മേഡം, മേഡത്തിന് മരുമോൻ ഓടിക്കാൻ വന്ന പുതിയ കാറിന്റെ താക്കോല. അയ്യോ, ഇതെന്താ കേൾക്കാമോനെ? കാറിന്റെ താക്കോൽ. കാർ ഓടിക്കും. ഇതെന്തോ ഇത്? എല്ലാത്തിനും കാലിയാക്കിട്ട് ഈ ഗുണ്ടിന്റെ കാര്യം മറന്നുപോയി. വീണ്ടും ആദ്യം മുതലോ? താക്കോലില്ലാതെ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ഈ സാധനം കൊണ്ട് എങ്ങനെയാ വണ്ടി ഓടിക്കുന്നത്? വിഷമിക്കാതെ വണ്ടി ഓടിക്കാൻ അമ്മ, നമ്മൾ കാർ മേടിച്ച ആദ്യം എന്താ ചെയ്യുന്നത്? അമ്പലത്തിൽ പോവും. ആ അമ്പലത്തിലെ ദേവതനെ ഇവിടെ നിൽക്കുമ്പോ അമ്മ വേണമെങ്കിൽ വണ്ടി ഓടിക്കാൻ. സൂപ്പർ ആണല്ലോ. സമ്മതിച്ചില്ല ഞാൻ. അതെ അതെ കള്ളറാണോ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇവൻ നല്ല കരുത്തുള്ളവനെ. ആ, നീ ദേവിത് വാദം കൊടുക്കല്ലേ? ഒന്നിനും കൊള്ളത്തിനാന്ന് മനസ്സിലായില്ലേ? ഓ, എന്താ പറയണ്ടതറിയില്ല. മരുമോനെ, 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 വൺ മോ മരുമോനെ, 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 എന്ത് കിട്ടും മാമ? പിശുക്കത്തരം കാണിക്കല്ലേ? ഇതെന്താണ് എന്റെ ഡയലോഗ്? അയ്യോ, എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ. പിന്നെ മേഡം, രാഹുകാലമല്ല, കാറുകാലം വന്നിട്ട് പിന്നെ രാഹുകാലം. അയ്യോ, കൊള്ളാം, അടിപൊളി. ചേട്ടാ, ഇനി നിങ്ങളാണ് ചേട്ടാ ഈ നാടിന്റെ ആരാ? എന്താ എന്റെ മോളെ നോക്കിക്കൊണ്ട് നീ ഇവിടെ എന്ത് ചെയ്യാടോ? കാറിന്റെ കൂടെ ഈ ബിയറും കൂടെ എടുത്തോണ്ട് പോവാണ്. വാ, നമുക്ക് വൺ മോർ വാ. എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആക്സിഡന്റ് ആക്കിയത് നമ്മുടെ ഭാവയാ. എന്റെ നടു പോയടോ. പരിഹാരം എന്താന്ന് പറ. പരിഹാരം പറയണമെങ്കിൽ ആദ്യം ഈ കൊച്ചിനെ വിളിച്ചോണ്ട് പോകും. അതങ്ങനെ ചെയ്തപ്പോരെ?